ഒന്ന് മാറും. എന്താ പറ്റിയ? ഇവരാരാ? ഇയാൾക്കെന്താ സംഭവിച്ചത്? ഹലോ, ആരാന്നറിയില്ല. എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. സ്ഥലം നാലാങ്കല്ല്. ഓക്കെ, നിർത്ത്. ഒന്ന് വേഗം വാ. ഇതാ അവിടെ ആളുകൾ കൂടിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ എവിടുന്ന? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. എടുക്ക്. വേഗം നിങ്ങൾ പോയിക്കോ, ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് എത്താം. ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തി. ഇപ്പൊ എന്താ തോലിട്ടില്ല? അരിയാകത്തിയൊക്കെ ആയിട്ട്. നമ്മളെ നാട്ടിലെ കുട്ടികളെ കുറിച്ചൊരു വാർത്ത ഉണ്ടല്ലോ പത്രത്തില്. എന്നാലും ഉറക്ക വായിക്ക് രാഘവ. സ്നേഹസ്പർശവുമായി സ്നേഹാലയം. നാലാങ്കല്ല് ബസ് സ്റ്റാൻഡിൽ അവശനിലയിൽ കണ്ടെത്തിയ 55-കാരനെ സ്നേഹാലയം പ്രവർത്തകർ സംരക്ഷിച്ചു. ഭാരവാഹികളായ റഹ്മാൻ, സതീശൻ, ജോസ്, നസീമ എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തെ ഏറ്റെടുത്തത്. അതേതായാലും നന്നായി. അവരാണ് ആൺകുട്ടികള്. ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ആ കുട്ടികൾ ചെയ്യണത്. അവരെ കണ്ടുപഠിക്കട്ടെ നമ്മുടെ നാട്ടിൽ. അയാൾ ഏത് നാട്ടുകാരനാ? പേരും നാളൊന്നുമില്ല. അവരുടെ കൈ കിട്ടിയോണ്ട് അയാളുടെ ജീവൻ തിരിച്ചു കിട്ടി. അത് നീ പറഞ്ഞ നേരാ. ഇപ്പോഴത്തെ കുട്ടികൾ ബുദ്ധി ഉറച്ചാല് ആരെ വെള്ളക്കാ കത്തി കയറ്റേണ്ടത്, ഏത് വീടിനാ ബോംബേറേണ്ടതെന്ന് ചിന്തിച്ച് നടക്കുക. ശരിയാ ജബാറെ, കഷ്ടപ്പെട്ടില്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് മറുനാട്ടിലെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത്. പത്രം നോക്കുമ്പല്ലേ അറിയണത് കുട്ടികൾ പഠിക്കുന്നത് തീവ്രവാദവും ഭീകരവാദവും ആണെന്ന്. 10 മാസം ചുമന്ന് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ തള്ളാര് ഇതുപോലെ മക്കളെ ശവം പോലും വേണ്ടാന്ന് കരഞ്ഞു പറയുന്ന കാലം വന്നില്ലേ? ഈ നാടിനും നാട്ടുകാർക്കും നന്മ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഈ നാട് എന്നേ നന്നായേനെ. എന്തായി? അയാളൊന്നും പറയുന്നില്ലല്ലോ. ഇനിയിപ്പോ മാനസികമായിട്ട് വല്ല തകരാറും, സംതിങ് മെന്റൽ ഡിപ്രഷൻ? ഒന്നും പറയാൻ പറ്റില്ല. ആദ്യം അയാളൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് സാവകാശം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഞാൻ നസീമയെ വിളിച്ചിരുന്നു, ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചിരുന്നു. എന്തായി? ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ബാർബർ ബാബുവിനോട് വരാനും പറഞ്ഞിട്ടുണ്ട്. ആ മുടിയും താടിക്കൊന്ന് വെട്ടി വൃത്തിയാക്കണം. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പോയി നോക്കാം. വാ വാ. കഴിക്കും. കഴിച്ചോളൂ. കഴിച്ചോളൂ. നിങ്ങൾ ആരാ? എവിടുന്നാ? എന്താ ഇത്? കരയാൻ വേണ്ടി ചോദിച്ചല്ല. ഞങ്ങൾ ആരും നിങ്ങളുടെ ശത്രുവല്ല, കൂടപ്പിറപ്പാന്ന് കരുതിയാ മതി. എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ. അതെ, പരസ്പരം പറഞ്ഞു പങ്കുവച്ചാലല്ലേ നമുക്ക് വലുത് ചെയ്യാൻ കഴിയൂ. എന്റെ പേര് ചെയ്താൽ എനിക്കാരുമില്ല. ഞാൻ ഒറ്റയ്ക്ക്. ആരാ പറഞ്ഞ വേണ്ടെന്ന്? എവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടത്? വീട് വിട്ട് ഇറങ്ങിപ്പോയവര്, മക്കൾ ഉപേക്ഷിച്ച അച്ഛനമ്മമാർ, ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച ഭാര്യമാർ, അങ്ങനെ പലരും ഞങ്ങളുടെ അടുത്തെത്താറുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ. എന്താണെങ്കിലും ഞങ്ങളോട് തുറന്നു പറയൂ. ആദ്യം ഈ മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം. എന്താ? എന്താ സംഭവിച്ചെന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞൂടെ? പറയാം.
എല്ലാം ഞാൻ പറയും. എൻ്റെ ജീവൻ തിരിച്ചു തന്ന കുട്ടികളെ നിങ്ങൾ. എനിക്കുണ്ടായിരുന്ന ഒരു കുടുംബം കോതമുക്ക് എന്ന ഗ്രാമത്തിൽ, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വീടും കുറച്ച് സ്ഥലം. ഞാൻ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യ ഭാര്യ ആയിഷ, രണ്ടാം ഭാര്യ ഖദീജ. ആയിന്നാ തോന്നുന്നേ. ഇനി കാത്തു നിന്നാ ശരിയാവൂല. ഇത് ആയിഷ, സെയ്ദാലിയുടെ ആദ്യ ഭാര്യ. ചിക്കനോ മീനോ കൂടാതെ ഒരു ദിവസം കൂടി തള്ളി നീക്കുക എന്നുള്ളത് ആയിഷയ്ക്ക് ഓർക്കാനേ വയ്യ. കാരണം ആയിഷ ഒരു നോൺ വെജിറ്റേറിയനാണ്. ഇത് ഖദീജ, സെയ്ദാലിയുടെ രണ്ടാം ഭാര്യ. ഇലക്കറികളും പച്ചക്കറികളുമാണ് ഖദീജയുടെ ഇഷ്ടവിഭവം. ഖദീജ ഒരു പക്ക വെജിറ്റേറിയനാണ്. നീ എന്താ തുടിച്ചു നോക്കുന്നേ? ഇന്ന് എന്റെ ദിവസമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇന്ന് നിനക്ക് കൊണ്ടുപോകണമെന്ന് പൂതിയുണ്ടോടി ഇബിലീസ്? ഇബിലീസോ? ഈയാണ് ഇബിലീസ്, അല്ലാതെ ഞാനല്ല. മൂക്കിന് മീതെ കണ്ണുള്ള ഒരാളും പറയില്ല ഞാനാണ് ഇബിലീസ്. തുടങ്ങിയ രാവിലെ തന്നെ രണ്ടും കൂടെ. ഓളല്ലേ ആദ്യം തുടങ്ങിയത്. നിങ്ങൾ ഓളെടുത്താന്നുള്ള ഹുങ്ക ഓക്ക്. അതേടി, എനിക്ക് ഹുങ്ക. ആദ്യം നിക്കാഹ് കഴിച്ചോണ്ട് വന്ന എന്നെയാ. നീ രണ്ടാം കെട്ടാ. ആദ്യം എന്നും നിനക്ക് ഓർമ്മയുണ്ടായാ നന്ന്. അയ്യടാ, രണ്ടാം കെട്ടേ? നിന്റെ കയ്യിലിരിപ്പോണ്ടാടി മൂപ്പരെന്നെ രണ്ടാം കെട്ട് കെട്ടിയത്. ഒന്ന് നിർത്തടി. ഓ എന്റെ പടച്ചോനെ, ചൈത്താനും കടലും നടുക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഓ ഇതിപ്പോ ഞാൻ അനുഭവിക്കാനുള്ള എന്റെ റബ്ബേ. ഇന്ന് നിങ്ങൾ ഓളടുത്ത് പൊറുക്കുന്ന എനിക്കൊന്ന് കാണണം. ദിവസവും തീയതി എഴുതി തിട്ടപ്പെടുത്തുമ്പോഴേ ഈ കലണ്ടറിൽ എഴുതി ചേർക്കാൻ മറന്ന ഒന്നുണ്ട്. എന്ത്? എന്റെ ആങ്ങള മുസ്തഫാന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോ ആ ഒരാഴ്ച ഞാൻ എന്റെ വീട്ടിലല്ലായിരുന്നോ? ആ ഒരാഴ്ച നിങ്ങൾ ഓളെ കൂടെ അല്ലായിരുന്നോ? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എന്റെ അടുത്ത് എന്നെ കിടന്നാ മതി. ആ പിന്നെ അവനോന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോ ഓർക്കണായിരുന്നു. എന്നിട്ട് ഇപ്പൊ കണക്കും പറഞ്ഞു വന്നിരിക്കുന്നു. നീ അത്ര കുശലുള്ള പെണ്ണാണെങ്കിലേ എനിക്കത് കാണണോടി. എനിക്ക് വയ്യല്ലോ. പാടല്ലോ. ആ സുലൈമാനെ ഒന്ന് വിളിക്ക്. എന്താ പറ്റി എന്നെ പഠിച്ചോനെ? അവിടെ ഇരിക്കേ. സുലൈമാനെ ഇരിക്കുന്നു. സുലൈമാനെ വിളിക്ക്. സുലൈമാനെ എടാ സുലൈമാനെ, എന്നെ ഒന്ന് ആശുപത്രി എത്തിക്കടാ വേഗം വേഗം. അയ്യോ സൂക്ഷിച്ചേക്കാം. ഞാൻ വരേക്ക. വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ പോയിക്കോളാം. ഒന്ന് ഓടി. രണ്ടാളും വരണ്ട. ഞാൻ വരാന്ന്. ഇവിടെ തന്നെ നിന്നാ മതി. ഓ വയക്കും മക്കളും നടത്തി മനസ്സിലില്ലാത്ത രോഗം ഉണ്ടാക്കി. ഞാനും സുലൈമാനും കബീർ കൂടെ പോയിക്കോളാം. മര്യാദക്ക് രണ്ടും വാതിലടച്ച് ഇവിടെ തന്നെ നിന്നാ മതി. ആ എടാ സുലൈമാനെ, വണ്ടി എടുക്കടാ. കഴിച്ചിലായടാ സുലൈമാനെ, കഴിച്ചിലായി. ഇനി ഏതൊക്കെ ഒരു നല്ല ഹോട്ടലിന് മുമ്പിൽ നിർത്തിക്കോ. ഇന്റെ വക കോയി നെയ്ച്ചോറും. ഇനി നിങ്ങൾ
നിങ്ങൾ അറിയേണ്ട മറ്റൊരാൾ കൂടിയുണ്ട്. കോതമുക്ക് ഗ്രാമത്തിലെ ആകാശവാണി ബിയാത്തുമ്മ. മറ്റുള്ളവരെ സോപ്പിട്ട് അവരിൽ നിന്ന് വീതം പറ്റുകയും കണ്ണു തെറ്റിയാൽ അവരെ തന്നെ കുറ്റം പറയുകയും ചെയ്യുന്നത് ബിയാത്തുമ്മയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുള്ളൂ. അല്ല പടച്ചോനെ, നിങ്ങൾക്ക് ഈ വഴിയൊക്കെ അറിയോ? പഴയതുപോലെ ഒന്നും അല്ലല്ലോ മോളെ. ഓടി നടക്കണമെന്ന് മനസ്സിലുണ്ട്, ശരീരം ഭയങ്ങണ്ടേ. തീരെ ഭയച്ചിട്ടല്ല ഞമ്മളിപ്പോ ഇങ്ങോട്ട് വന്നേക്കണ്. പിന്നെ ഞമ്മൾ ഇന്നലെ അന്നെ കിനാവ് കണ്ടിക്കണ്. അതെയോ? ഞാൻ ചായ എടുത്തിട്ട് വരാം. വേണ്ട, ചായ ഞമ്മളിപ്പ കുടിച്ചിട്ടേ ഉള്ളൂ, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ. പിന്നെ ഈ വയ്യാത്തടത്ത് ഞമ്മളിങ്ങനെ നീന്തി നിരങ്ങി വന്നതേ അന്നോട് ചില കാര്യങ്ങൾ പറയാനാ. നീ എന്ത് പറയാനാ ബിയാത്ത? മറ്റോളില്ലാത്ത ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് മൂപ്പരെ മനസ്സ് മാറ്റിയിരിക്കുക. ഈ ആ കണ്ണൊന്ന് തുടക്കി. ഈ പെണ്ണിന്റെ ഒരു കാര്യം, പെൺകുട്ടികളായ അത്തിരി ബളവും കൗസലും ഒക്കെ വേണം. നിങ്ങൾ പറഞ്ഞു വരുന്നത്? ആണുങ്ങളെ വളച്ചെടുക്കാൻ ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട്. എന്ത് സൂത്രം ചെയ്തിട്ട് ഒരു കാര്യമില്ല. മൂപ്പരെ മനസ്സ് മാറ്റാൻ ഓള് ഷെയറും മാരണം ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. അതിന് വയ്യുണ്ട് ഖദീജ. ഇതിലും വലിയ പുകില് വന്നിട്ട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടില്ലേ? എല്ലാത്തിനും ഒരു ഭയുണ്ട്. അതിനല്ലേ ഞമ്മള് വന്നിക്കണ്. ഇത് അന്റെ കയ്യുമ്മില് ഭീസ്മി ചെല്ലി അങ്ങോട്ട് കെട്ട്. എത്ര വലിയ കോമരായാലും അന്റെ മുന്നിലോ മുട്ട് മടക്കും. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, അന്റെ കെട്ടിയോന് ഇതെന്താ പറ്റിയേ? 14 രാവ് ഉദിച്ച പോലുള്ള അന്നെ കെട്ടിയതിന് ശേഷമെങ്കിലും ഒരു ബസ്തിനും കൊള്ളാത്ത ഓൾ അങ്ങോട്ട് ഒഴിവാക്കി കൂടെ? നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാൻ ഇപ്പൊ വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വരട്ടെ. അല്ലാന്റെ പടച്ചോനെ, ഇത് വെച്ചോളി. അല്ല അത് വേണ്ടായിരുന്നു. വെച്ചോളി. അല്ല, ആ എരണകെട്ടോൾ ഇവിടെ ഉണ്ടാ? ആ പണ്ടാരം പിന്നെ എങ്ങോട്ട് പോവാനാ? ഓളുടെ അവസാനാണ്. ഇയ്യ് നോക്കിക്കോ, ഇനി എന്നോട് പോരെടുക്കാൻ ഓള് വരൂല. 4 ഞാൻ ചെന്ന് പറയുന്നുണ്ട്, നോക്കിക്കോ. ഓൾ ആരാന്നാ ഓളുടെ വിചാരം? അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. അല്ല, എന്താ ഈ വഴിക്ക്? എന്താ ഈ ബൈക്കൊന്നും വന്നൂടെ എന്നല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഈ വഴിക്ക് പോയപ്പോ കേറിയതാണോ എന്നാ ഞാൻ ചോദിച്ചത്. എന്നാ കേട്ടോ, അന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. ഇക്ക് അന്നോട് ചിലതൊക്കെ പറയാനുണ്ട്. എന്ത്? കുന്തം ഇങ്ങനെ ബയക്കും ബക്കാണോ കായങ്ങാഞ്ഞ് ദിവസം കഴിയാനാണോ എന്റെ ഭാവം? പിന്നെ പെൺകുട്ടികളായാലേ ഇത്തിരി ഉസിരൊക്കെ വേണം. പുയ്യാപ്പിളേനെ സോപ്പിട്ട് നിർത്താനേ ഒരാളും പറഞ്ഞു തരണ്ട. അതൊക്കെ പെൺകുട്ടികൾക്ക് സ്വയം തോന്നണ്ടതാ. സോപ്പ് കൂടിയതുകൊണ്ടാ കേടായത്. സത്യം പറ എന്റെ മോളെ, ഈ ഒരു പാവ അന്റെ മുഖം കാണുമ്പോളാ വെയ്യാത്തുമ്മക്ക് സങ്കടം. എന്റെ മറ്റോളിക്ക് ആരാ ഓള് മുതല്? ഓളെ കുണുങ്ങി കുടുങ്ങിയുള്ള നടത്തണ്ടല്ലോ മളെ. അനക്കറിയോ, പെണ്ണ് കുണിഞ്ഞ ആണ് ബിയും വീഴും വീഴും. ചായ എടുക്കട്ടെ ബിയാത്തുമ്മ? വേണ്ട, ചായ ഒന്നും വേണ്ട. ബിയാത്തുമ്മ കന്റെ സ്നേഹ മതി. ഖദീജല്ല, ഓളെയൊക്കെ വല്യോള് വിചാരിച്ചാലും അന്നൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാ അന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ്ട് കെട്ടിക്കോ. ചോറ് തിന്ന കൈകൊണ്ട് കോയിനാട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? കോയി പോവോ? ഇല്ലല്ലോ. കോയി ചോറ് തിന്നാൻ ഇങ്ങോട്ട് തന്നെ വരൂലേ? അതുപോലെ അന്റെ കെട്ടിയോൻ അന്നെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോ വരാം. അതൊന്നും വേണ്ടായിരുന്നു മകളെ. ഇരിക്കട്ടെ എന്ന്, എന്റെ ഒരു സന്തോഷത്തിനാ. ഇതുപോലെ കുളം തോണ്ടാൻ ഒരു 10 കുടുംബം കിട്ടിയെങ്കിൽ കഞ്ഞി കുടിച്ചു പോവായിരുന്നു എന്റെ പടച്ചോനെ.
കോയി മരത്തിന്മേ കിങ്ങിണി കെട്ടിയ പിയാത്തുമാ കോയി മരത്തിന്മേ കിങ്ങിണി കെട്ടിയ പിയാത്തുമാ ആരാന്റെ പൊണ്ണും കെട്ടി നാമൂസ് കാട്ടി ഇതിനെ പുറത്ത് എലിയിറങ്ങി എലിനെ തല്ലാം പാടിയെടുക്കുമ്പോ അഴുക്കി വീണ് ഊരുള്ളിക്കിയ പിയാത്തുമ്മ ഉമ്മാകൊക്കെ കോയി മരത്തിന്മേ കിങ്ങിണി കെട്ടിയ പിയാത്തുമ്മ ആരാന്റെ പൊണ്ണും കെട്ടി നാമൂസ് കാട്ടി ഇതിനെ പുറത്ത് എലിയിറങ്ങി എലിനെ തല്ലാം പാടിയെടുക്കുമ്പോ അഴുക്കി വീണ് ഊരുള്ളിക്കിയ പിയാത്തുമ്മ അസലായി പസലായി ചിക്കി പോക്ക് ചിക്കിൽ ചീട്ടിന് വരിക്ക് നിൽപ്പ് അസലായി പസലായി ചിക്കി പോക്ക് ചിക്കിൽ ചീട്ടിന് വരിക്ക് നിൽപ്പ് വരിക്ക് നിൽക്കുമ്പോ സൊറ പറയുന്ന പിയാത്തുമ്മ വഴക്കുമ്പോ കണം കൈമുതലാക്കിയ സുറുമാത്തുമ്മ വരിക്ക് നിൽക്കുമ്പോ സൊറ പറയുന്ന പിയാത്തുമ്മ വഴക്കുമ്പോ കണം കൈമുതലാക്കിയ സുറുമാത്തുമ്മ കോയി മരത്തിന്മേ കിങ്ങിണി കെട്ടിയ പിയാത്തുമാ കോയി മരത്തിന്മേ കിങ്ങിണി കെട്ടിയ പിയാത്തുമ്മ ആരാന്റെ പൊണ്ണും കെട്ടി നാമൂസ് കാട്ടി വീതനെ പുറത്ത് എലിയിറങ്ങി എലിനെ തല്ലാം പാടിയെടുക്കുമ്പോ അഴുക്കി വീണ് ഊരുള്ളിക്കിയ പിയാത്തുമ്മ കദീസാന്ന് നീട്ടി വിളിക്കും ഓലത്തിന് പച്ചേലി ചീത്ത വിളിക്കും കദീസാന്ന് നീട്ടി വിളിക്കും ഓലത്തിന് പച്ചേലി ചീത്ത വിളിക്കും കയ്യിലോണ്ട് കുട്ടികളെ തല്ലിന പിയാത്തുമ്മ വ്യവസായം പറഞ്ഞ് മുറുക്കി തുപ്പണ കുഞ്ഞാത്തുമ്മ കയ്യിലോണ്ട് കുട്ടികളെ തല്ലിന പിയാത്തുമ്മ വ്യവസായം പറഞ്ഞ് മുറുക്കി തുപ്പണ കുഞ്ഞാത്തുമ്മ കോയി മരത്തിന്മേ കിങ്ങിണി കെട്ടിയ പിയാത്തുമ്മ കോയി മരത്തിന്മേ കിങ്ങിണി കെട്ടിയ പിയാത്തുമ്മ ആരാന്റെ പൊണ്ണും കെട്ടി നാമൂസ് കാട്ടി വീതനെ പുറത്ത് എലിയിറങ്ങി എലിനെ തല്ലാം പാടിയെടുക്കുമ്പോ കൈക്ക് വീണ് ഊരുള്ളിക്കിയ പിയാത്തുമ്മ കോയി മരത്തിന്മേ കിങ്ങിണി കെട്ടിയ പിയാത്തുമ്മ ആരാന്റെ പൊണ്ണും കെട്ടി നാമൂസ് കാട്ടി വീതനെ പുറത്ത് എലിയിറങ്ങി എലിനെ തല്ലാം പാടിയെടുക്കുമ്പോ കൈക്ക് വീണ് ഊരുള്ളിക്കിയ പിയാത്തുമ്മ വാ നിങ്ങൾ എന്താ ഇത്ര താമസിച്ചേ? ട്രെയിൻ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയുമ്മ. എത്ര നേരെ കാത്തിരിക്കണം? കോതമുക്ക് ഗ്രാമത്തിലെ ഏക ചായക്കച്ചവടക്കാരൻ അറുമുഖൻ. കടയിൽ വരുന്നവരുടെ ഏഷണയും പരദൂഷണവും കേട്ട് കേട്ട് ജീവിതത്തിൽ പറ്റുബുക്ക് മാത്രം ബാക്കിയായ പാവങ്ങളായ കടക്കാരൻ. വീട്ടാരെ നട്ടം തിരിക്കണം എന്നിട്ടോ പൊട്ടം കളിക്കണ ഒടുക്കത്തെ പകയൻ പമ്പരം പോലെ പകിട മറിഞ്ഞ് അറുമോട്ടോ അറുമോട്ടോ പോയി അറുമോട്ടാ കടുപ്പത്തിൽ ഒരു ചായ തിടുക്കത്തിൽ വേണം. ചില കടുപ്പപ്പെട്ട ന്യൂസ് ഉണ്ട് പൊട്ടിക്കാണ്ട്. എന്തേ ഒടുക്കത്തെ ന്യൂസ്? സത്യം പറയാലോ മൊയ്തുട്ടെ, മനോരമയും മാതൃഭൂമിയും മാധ്യമവും ഒന്നിച്ച് വായിച്ച പോലെ നിന്നെ കണ്ടാല്
അത് ഓൻ പറഞ്ഞ നേരാ. അല്ല മൊയ്തുട്ടെ, എന്തേ പാല് പിന്നെയും പച്ചവെള്ളം പോലെ ആവുന്നുണ്ടല്ലോ. അത് ഇന്റെ കുഴപ്പമില്ല, പയ്യന്റെ കുഴപ്പാണ്. എന്താണാവോ പയ്യിപ്പൊ വല്ലാണ്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ചെലപ്പോ അതുകൊണ്ടാവും. മൊയ്തുട്ടെ, ഇവിടെ മനുഷ്യന്മാർക്ക് തന്നെ വെള്ളം കുടിക്കാനില്ല. എങ്ങനെയാ കിട്ടുക? ഉള്ള വെള്ളം മുഴുവൻ പാലൊഴിക്കല്ലേ. നിങ്ങൾ നേരം വിളിച്ചാകുമ്പോ തന്നെ വെറുതെ പിത്തന ഉണ്ടാക്കണ്ടാ. ഓൻ എന്നോടൊരു തമാശ അറിഞ്ഞല്ലേ. അല്ല മൊയ്തുട്ടെ, ഈ ബ്രോക്കർ പണി നിർത്തിയിട്ട് ഇപ്പൊ പയ്യന് അച്ചടം തുടങ്ങി നേട്ട് കേട്ടത് നേരാ. സെയ്താലിക്ക സിന്ധിപ്പയ്യ പോലത്തെ രണ്ടെണ്ണത്തിനല്ലേ ഇടത്തും വലത്തും കൊണ്ടേ നടക്കണേ. പിന്നെ പൈക്കളാവുമ്പോ മനുഷ്യന്മാരെ പോലല്ല, രണ്ടെണ്ണം പെറ്റിട്ടുണ്ടെങ്കിലും ധൈര്യമായിട്ട് കച്ചവടം നടത്താം. അല്ല ചെയ്താലേ, നിന്റെ പുരയിലേക്ക് ഇവനല്ലേ പാലുണ്ടായിരുന്നേ? ആയിരുന്നു. ഇപ്പൊ ഞാൻ അതെന്തേ? ഇവൻ കാട്ടിയ പണി കേൾക്കണം. ഖദീജാനോട് ചെന്നിട്ട് പറയും ആഴ്ച ഇന്ന് 3 ലിറ്റർ പാല് വാങ്ങി. ഇത് കേട്ട് ഹാലളിയ ഖദീജ 2 ലിറ്റർ അധികമാകും. ആര് വാങ്ങിയാലും പൈസ കൊടുക്കണ്ടേ ഞാനാണല്ലോ. നിങ്ങക്ക് പൈസ കൊടുക്കാലോ. പണ്ടുങ്ങൾ അറബീനെ പറ്റിച്ച കായുണ്ടല്ലോ, അത് എങ്ങനെയെങ്കിലും ആയിട്ട് തീരണ്ടേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നടക്കാണ് ഇവിടെ, ഒന്നിനെ തന്നെ മനുഷ്യന് കിട്ടണില്ല. നീ സ്വസ്ഥമായി ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാടി. നീ വെജിറ്റേറിയൻ അല്ലേ? ശരിയാക്കി തരാടി. മീനും കൂട്ടി ശരിക്ക് തിന്നോട്ടാ. അവളുടെ ഒരു കടലക്കറി. പടച്ചോനെ കോളടിച്ച എന്റെ ഖദീജാണുള്ളത്. അല്ല പടച്ചോനെ, എന്റെ മാനം കാത്തടി ഖദീജ. ഇനി എനിക്ക് തലയർത്തി നടക്കാം. സേതാലി ആണാന്ന് നാട്ടുകാർക്കൊണ്ട് പറയിപ്പിക്കാം. പറയുന്നത് എന്താ ഖദീജ, അന്റെ ആ ഛർദി എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഞാനൊരു ബാപ്പിയാൻ പോകുന്നതിന്റെയാ, അതും ഒരു ആൺകുട്ടിന്റെ. അതെനിക്ക് ഉറപ്പാ. ഈ ഒന്ന് പെറ്റിട്ട് വേണം അന്നയും കുട്ടിനെയും കുട്ടി നാടൊന്ന് കറങ്ങാൻ. പറയിപ്പിക്കണ്ട. ഓ, ഇത് നല്ല കോള്. അപ്പൊ ഞാൻ പറഞ്ഞതാ കുറ്റം? ഈ ഛർദിന്റെ കാരണം നിങ്ങളല്ല, നിങ്ങൾ എണ്ണം കിട്ട മറ്റവളാ. ഞാൻ തിന്നാൻ വെച്ച കടലക്കറിയില്ലേ ഓള് മീനിട്ട് ഇളക്കിക്കുന്നു, അതാ ഞാൻ ഛർദിച്ചത്. നാക്കിനെല്ലില്ലാന്ന് വെച്ച് തോന്നിയാസം പറയരുത്. അത് ശരി, അപ്പൊ എനിക്ക് തോന്നിയാസം കാണിക്കാ. ഞാൻ പറഞ്ഞത് അപ്പൊ കുറ്റം. ഒന്ന് നിർത്തി നിങ്ങൾ അവസാനത്തെ തല്ലി. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഇത് എങ്ങനെ തീർക്കണം നീ ഖദീജക്ക് അറിയാം. നീ ചേമ്പ് പറിക്കും. ഒന്ന് പോടി അവിടുന്ന്. ഓലപ്പാമ്പ് കാട്ടി നീ ആയിഷാനെ പേടിപ്പിക്കണ്ട കേട്ടാ. എടി നീ ചെവി തുള്ളിക്കോ. ഈ കാണിച്ച തോണിയാസത്തിന് ഞാൻ പകരം വീട്ടിലെങ്കിൽ എന്റെ പേര് ഈ മാറ്റിക്കോ. ഇമ്മിണി പുളിക്കും. എന്റെ പടച്ചോനെ, എനിക്ക് പറ്റിയ രണ്ടാബദ്ധം. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെയാ എണ്ണ, കുഴമ്പ്, ലേഹ്യം. ഇതെന്താ കോട്ടക്കൽ ആര്യവൈദ്യശാലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാടി. ബാലസുധ. എടി ആയിഷ, എന്റെ കടലക്കറിയില് ഈ മീൻകറിയിട്ട് ഇളക്കിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ നിനക്കൊരു മറുപടി തരണമെന്ന്. ഈ മീൻകറി പോലല്ല മോളെ ബാലസുധ. നീ വിവരം അറിയും. ഇത് കുടിച്ച് നിന്റെ വയറിളകി ഇളകി 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 അവിടെ കടാ. എന്താ അവളുടെ ഒരു ഇരിപ്പ്? വലിയ ഐശ്വര്യ എന്ന ഭാവം. ഇന്ന് മൂപ്പർ എൻ്റെ അടുത്തേക്ക് വരുന്നതിലുള്ള കുശുംബ. ഇന്ന് നിന്റെ അവസാനത്തെ കുളിയാടി. മീൻകറി പോലെയല്ല ബാലസുധ.
പൈപ്പിലെ വെള്ളം കൊണ്ട് ഈ അങ്ങനെ കഴുകണ്ട. വേണം കിണറ്റിന്ന് കോരിയെടുത്തോ. പടച്ചോനെ, പൈപ്പില് വെള്ളം തീർന്നോ? ദേ ആ മോട്ടർ ഒന്ന് ഇടുവോ? പെട്ടേരാട്ടോ. ഖദീജാനോടല്ലേ കളി? ഞാൻ ആരാന്നാ ഈ വിചാരിച്ചത്? പീസ് എവിടെ? പീസ് എവിടെ? യോ! പൊട്ടിച്ച് നിങ്ങളെ രണ്ടാളെയും വീട്ടിന്ന് തന്നെ പുറത്താക്കും. മൂന്നാമതൊന്നിനെ കെട്ടിക്കൊടുന്നു ഞാൻ വീട്ടിന് സ്വസ്ഥതയുണ്ടാക്കും. പൊട്ടിച്ച് നിങ്ങള് രണ്ടാളെയും വീട്ടിന്ന് തന്നെ പുറത്താക്കും. മൂന്നാമതൊന്നിനെ കെട്ടിക്കൊടുന്നു ഞാൻ വീട്ടിന് സ്വസ്ഥതയുണ്ടാക്കും. കാല് പിടിച്ചാലും ഇങ്ങള് കരഞ്ഞു പറഞ്ഞാലും, ഈ കാല് പിടിച്ചാലും ഇങ്ങള് കരഞ്ഞു പറഞ്ഞാലും അള്ളാനെ നമ്മള് നിങ്ങളെ കേട്ടൂല പഠിക്ക് പുറത്താക്കും. അള്ളാനെ നമ്മള് നിങ്ങളെ കേട്ടൂല പഠിക്ക് പുറത്താക്കും. നിങ്ങളെ പഠിക്ക് പുറത്താക്കും. ഖദീജ, ഈ എങ്ങോട്ടാ? ഞാൻ എന്റെ പൊരേക്ക് പോവാ. നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത്? നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ പറയുന്നത്. നിങ്ങൾ ആയിഷായി കുറെ കാലായി ഞാൻ സഹിക്കുന്നത്. ഇനി എന്നെ കാണണമെങ്കിൽ എന്റെ പൊരേക്ക് വന്നാ മതി. ഖദീജ, എന്റെ രണ്ടാമത്തെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? 4 നേരം മുട്ടില്ലാതെ തിന്നിട്ട് എല്ലിൽ കുത്തിന്റെ കേടാ. പോന്നൊരു പോട്ടടോ. ഈ കുടുംബം എന്നൊക്കെ പറഞ്ഞ പരസ്പരം ഒരു വിശ്വാസ.
അത് നഷ്ടപ്പെട്ടാ തീർന്ന്. പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. നിനക്കറിയോ, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാ അവർ രണ്ടുപേരും ഞാൻ കൊണ്ടു കിടക്കുന്നത്. ഒന്നിനൊരു കുറവും വരുത്തിയിട്ടില്ല ഞാൻ. എന്റെ സെയ്തൽവി, അന്നെ പടച്ചോൻ കാത്തൂന്ന് കൂട്ടിക്കോ. അതെന്താ? 2 മൂർഖം പാമ്പോലുള്ള എന്റെ വീട്ടിൽ നിന്ന് ഒന്നിന്റെ ഇടയിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ. അഞ്ഞ ഒന്നിനെ സഹിച്ചാ മതിയല്ലോ. അല്ല, അന്റെ പെണ്ണുങ്ങളെ പറ്റി ഞാൻ കുറ്റം പറയാന്ന് കരുതരുത്. 2 മൂത്ത ബെടക്കുകളാ. കീരിയും പാമ്പും പോലെയല്ലേ അവറ്റ രണ്ടും. ഒക്കെ കണ്ടും കേട്ടും പാവം വല്ലാണ്ടായിക്കണു. ആകെ ക്ഷീണിച്ചും പോയിക്കണു. ഓ തുടങ്ങി ഇത് തലയും പിടിച്ച് കത്തിക്കായി. ഓ ഞാൻ പറഞ്ഞതാ അപ്പൊ കുറ്റായി പോയത്. എല്ലാരും ഉണ്ടല്ലോ. ആരിത് മൊയ്തുട്ടിയാ? എന്റെ പടച്ചോനെ, ഈ അങ്ങട് വെളുത്ത് സുന്ദരനായിക്കണല്ലോടാ. നിങ്ങളൊരു ഒടുക്കത്തെ സത്യം പറഞ്ഞു തന്നെടാ. മനെ മൊയ്തുട്ടി, ബിയ്യാത്തൊക്കെ മുറുക്കാൻ മേടിക്കാൻ 10 ഉറുപ്പ്യ. 10 ഉറുപ്പ്യ പോയിട്ട് 10 പൈസ ഞാൻ തരില്ല. അതെന്താടാ? പൈസ തന്ന് 2 അടി ഞാനണ്ട് നീങ്ങുമ്പോഴത്തേന് ഇന്നെ തന്നെ കുറ്റം പറയാനല്ലേ? ബിയ്യാത്ത എന്നെ പറ്റി എന്ത് കുറ്റം പറയാനാടാ മൊയ്തുട്ടി? നിങ്ങൾ എന്നെ പറ്റി ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. പാലിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാഞ്ഞൂളിലെ കിഴികെട്ടി ഞാൻ പാലി ചേർത്ത് നിങ്ങൾ നാട്ടുകാരോടും പീഡിയക്കാരോടും മൊത്തം നടന്നു പറഞ്ഞില്ലേ? ഏഷണിക്കും പരദോഷത്തിനും ഈ ഒട്ടും പിന്നിലല്ലല്ലോ മൊയ്തുട്ടിയെ. ഞാൻ എന്ത് ഏഷണിയും പരദൂഷണം പറഞ്ഞു എന്നാ? വല്ലോന്റെ അടുക്കളപ്പുറത്തും ജനലിന്റെ അരികിലും ജീവൻ പണയപ്പെടുത്തി ചെവി കൂർപ്പിച്ച് കിട്ടുന്ന ന്യൂസ് നിങ്ങളൊക്കെ മുന്നിൽ ചൂടോടെ വിളമ്പിട എനിക്ക് ഇത് തന്നെ കിട്ടണം. അല്ലെങ്കിലും നിങ്ങളോടൊക്കെ സംസാരിക്കണം ഇന്നെ തല്ല ആളില്ലാഞ്ഞിട്ടാ. എന്നാലും ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതാ നിങ്ങൾ ചോദിച്ച 10 ഉറുപ്പ്യ. മോന്തൊക്കെ അടിച്ചാലേ ഈ പൈസ തരൂ? പൈസ അടിച്ചതിനല്ല, അടക്കല പല്ല് നല്ലോണം ഇളകിക്കണ്. ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ 100 ഉറുപ്പ്യ വേറെ ചെലവാവും. മെനക്കെട് വേറെ. പെരെ പോയിട്ട് ഇതൊന്നും എടുത്ത് കളയണം. പോട്ടെ, എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. പോയടാ, അതേതായാലും നന്നായി. ഏതെങ്കിലും ഒരു തെങ്ങിന്റെ രാത്രിയിൽ മനുഷ്യനോരോ പണി ഉണ്ടായിക്കോളും. അല്ലെങ്കിൽ ഞാനിപ്പോ ചാവും. അവിടെ നടന്നോളി. കണ്ണി കണ്ടത് ഓരോന്ന് വലിച്ചു വാരി തിന്നിട്ട് രാത്രിയിൽ മനുഷ്യൻ ഓരോ പണി ഉണ്ടായിക്കോളും. ഈ അവിടെ നിന്നോ, ഉണ്ടണ്ട. ഞാൻ കയറി 2 അളന്നിട്ട് തരാം. ടോർച്ച് തട്ടി പിടിക്കേ. ഇതാരെങ്കിലും ഒരുത്തും കണ്ട നാളെ എനിക്ക് പുറത്തിറങ്ങി കിടക്കാൻ പറ്റില്ല. ഞാൻ പരം അടിച്ചാൽ മതി. ഓളെ തേങ്ങാറുള്ള ലൈറ്റ് അടിക്കലും. അല്ല പിന്നെ ഒരു ഇളനീരിടാൻ പറഞ്ഞിട്ട് ഒരു കൊല മുഴുവൻ ഇട്ടോ നിങ്ങള്. ഇളനീരിന്റെ സൗണ്ട് അല്ല ആയിഷ, ഞമ്മളെ തെങ്ങുമെന്ന് വീണ സൗണ്ടാണല്ല. ഭാര്യ വീട് വിട്ട് ഇറങ്ങിയ ശേഷം നിങ്ങൾ അവരെ തിരിച്ചു വിളിക്കാൻ പോയില്ലേ? പോയി. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് വരികയായിരുന്നു. നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തൂല. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതൊക്കെ ചെയ്യും. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു കുടുംബമാകുമ്പോൾ കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ പതിവാ. പക്ഷേ ഇതങ്ങനെയല്ല. നീ ആദ്യം കെട്ടിയതെന്ന് അറിഞ്ഞിട്ടും എൻ്റെ മോളെ ഞാൻ നിനക്ക് നിക്കാതെ ചെയ്തു തന്നത് നീ അവളെ നല്ലോണം നോക്കുന്ന എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേങ്കിൽ നിന്റെ വീട്ടിൽ എൻ്റെ മോൾക്ക് ഇപ്പോൾ 2ാം സ്ഥാനം. വെറുതെ എന്തിനാ തുരുമ്പ് നുള്ളി തൂണാക്കുന്നത്? അവളിവിടെ നിന്നോട്ടെ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം. അതുപോലെ അതല്ല, നിനക്ക് അവളെ വിളിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ കഴിവിനനുസരിച്ച് ചെറിയൊരു വീട് എടുക്ക്. അതിലേക്ക് അവളെ വിളിക്ക്. അവള് വരും. ഞാൻ പറഞ്ഞു വരുന്നത് ഇനി 2 ആളും കൂടി ഒരു വീട്ടിൽ ശരിയാവില്ല. എന്നിട്ട് 2ാം ഭാര്യയ്ക്ക് നിങ്ങൾ മറ്റൊരു വീട് വാങ്ങിക്കൊടുത്തു? വാങ്ങി. ആദ്യ ഭാര്യയുടെ വീട് പോലെ തന്നെ ഒരു വീട് അവൾക്കും വാങ്ങി. അതിനിടയിൽ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടായി. എന്തായിരുന്നു അത്? ആദ്യ ഭാര്യയിൽ 2 പെൺമക്കളുള്ള എനിക്ക് 2ാം ഭാര്യയിൽ ജനിച്ചതും പെൺകുട്ടികളായിരുന്നു. അങ്ങനെയിരിക്കെ എൻ്റെ ജീവിതത്തെ തന്നെ തകിടം മറിച്ചൊരു സംഭവം ഉണ്ടായി. അല്ല, സെയ്താലി എവിടെ? ഓ, മറ്റോളുടെ പൊരേ കാണും. 4 ഓള് വല്ലാത്ത വെളഞ്ഞോളാ. ഓളും മക്കളും കൂടി ഓളുടെ പെരേ പോയി നിന്നിട്ടല്ലേ ആ പെരയും പറമ്പും സെയ്താലിയുടെ എഴുതി മേടിച്ചത്. അതാണ് പെണ്ണ്. അതൊക്കെ പോട്ടയച്ചു. ഞാൻ വന്നത് ഇപ്പൊ വേറൊരു കാര്യത്തിനാ. എന്ത് കാര്യം? എന്റെ പെൺകുട്ടിയൊക്കെ ഇപ്പൊ വയസ്സ് എത്ര ആയിന്നറിയോ?
സൽമാക്ക് 19, സാബ്രാക്ക് 18. കെട്ടിക്കാൻ പറ്റിയ പ്രായം. അത് തന്നെ ബിയാത്ത ഇപ്പൊ എന്റെ പേടി. എന്തായി സാർ, ഈ പെൺകുട്ടികളുടെ കാര്യം സൈതാലിയോട് പറഞ്ഞില്ലേ? പറഞ്ഞിട്ട് എന്താ ബിയാത്ത? അതിനൊരു വഴി കാണണ്ടേ? ഇത് നല്ല പുകില്. ബൈയില്ല എന്നും പറഞ്ഞ ആകാശത്തേക്ക് നോക്കിന്നാ ബൈ ഉണ്ടാവൂ ഐശു? നമ്മൾ പെണ്ണുങ്ങൾ വേണം ആണുങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് നേരെയാക്കാൻ. മൂപ്പര് വരട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയാ പോരാ, സമ്മതിപ്പിക്കണം. അതാ ഒരു പെണ്ണിന്റെ മിടുക്ക്. ഞാൻ വന്നതേ നിന്റെ മക്കൾക്ക് പറ്റിയ 2 കല്യാണാലോചനയായിട്ടാ. അതിപ്പോ ബിയാത്ത കല്യാണം എന്നൊക്കെ പറയുമ്പോ പൊന്നും പണവും കൊറേ വേണ്ടേ? പൊന്നും പണവും ഒക്കെ എടുത്തു വെച്ച് പെൺകുട്ടികളെ കെട്ടിക്കണ്ട ആരാ? അതൊക്കെ ആ സമയം ആകുമ്പാണ്ട് നടക്കും. എവിടെയുള്ള കൂട്ടരാ? ഇതൊക്കെ ചിലപ്പോ സെയ്താലി പറഞ്ഞിട്ട് അറിയും. ആ പലചരക്ക് കച്ചവടം നടത്തുന്ന മൊയ്തീനില്ലേ, ഓന്റെ ഏട്ടന്റെ കുട്ടികളാ. ഏട്ടനും അനിയനും നല്ല പൂവമ്പഴം പോലുള്ള കുട്ടികളാ. അനാവശ്യമായിട്ടുള്ള ഒരു ദുർനടപ്പും ഇല്ല. ആ സെയ്താലിനെ വിട്ടൊന്ന് അന്വേഷിപ്പിക്കും. ആയിക്കോട്ടെ, ഞാൻ മൂപ്പരായിട്ടൊന്ന് ആലോചിച്ച് നാളെ നിങ്ങളോട് വിവരം പറയാം. മതി. ഈയും സെയ്താലിയും കൂടി നല്ലോണം ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താ മതി. അല്ല, എന്താ അവരുടെ ഡിമാൻഡ്? ഓൽക്ക് 40 പവനും 50,000 ഉറുപ്പിയും കിട്ടിയാ മതി. ഇന്നത്തെ കാലത്തെ തങ്കപ്പെട്ട സ്വഭാവമുള്ള ചെക്കന്മാരെ ഈ പൊന്നിനും പണത്തിനും കിട്ടുവോ? അതൊക്കെ ശരിയാ. പക്ഷെങ്കിൽ 40 പവനും 50,000 ഉറുപ്പിയ എന്നൊക്കെ പറഞ്ഞ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? അതിനൊക്കെ ഭയുണ്ട് ഐഷ. ഈ പൊരേന്റെയും പറമ്പിന്റെയും ആധാരം എന്റെ പേരിലല്ലേ? അത് പണയപ്പെടുത്തിയ ഒരാളുടെ കല്യാണത്തിനുള്ളതായില്ലേ? അപ്പൊ രണ്ടാമത്തുള്ള കല്യാണ കാര്യത്തിന് എന്താ ചെയ്യാ? അതിനൊക്കെ ഭയുണ്ട്. ഈ മനസ്സ് വെച്ചാ സ്വകായിട്ട് നടക്കും. ബിയാത്തുമ്മ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതാണ് എന്റെ കുഴപ്പം. കാര്യങ്ങളൊന്നും മനസ്സിലാവൂല. നിനക്ക് മാത്രല്ലല്ലോ സെയ്താലി 10 സെന്റും വീടും വാങ്ങി തന്നത്. മറ്റോടെ പേരിലും 10 സെന്റും പോരെയില്ലേ? അതിന്റെ ആധാരം ഈ വിചാരിച്ച സെയ്താലി വാങ്ങി തരൂലേ? ഓ, അതൊന്നും നടക്കൂല എന്റെ ബിയാത്ത. നടക്കും, നടത്തണം. എങ്ങനെയെങ്കിലും സെയ്താലിനെ സോപ്പിട്ട് ആധാരം കൈക്കലാക്കാൻ നോക്കണം. എന്റെ പെൺകുട്ടികളുടെ കാര്യ അത് ഈ മറക്കരുത്. ഈ ബിയാത്തുമ്മ പറഞ്ഞില്ലാന്ന് വേണ്ട. നമ്മുടെ ബിയാത്തുമ്മ ഇന്നിവിടെ വന്നിരുന്നു. എന്തിന്? സൽമാക്കും സാബിറാക്കും പറ്റിയ 2 നല്ല കല്യാണക്കാരും ഉണ്ടെന്ന് പറഞ്ഞു. കല്യാണം എന്നൊക്കെ പറയുമ്പോ ശ്രീധനത്തിനും പൊന്നിനും ഒക്കെ ആയിട്ട് കുറെ പൈസ വേണ്ടേ? 40 പവനും 50,000 ഉറുപ്പിയ അവര് ചോദിക്കുന്നത്. മൊത്തം 80 പവനും 1 ലക്ഷം ഉറുപ്പിയും പിന്നെ കല്യാണത്തിന്റെ ചെലവ് വേറെയും. ഇതൊക്കെ ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കാൻ എന്റെ ആയിഷ? അതിനിപ്പോ എന്റെ മനസ്സിലൊരു വഴിയുണ്ട്. എന്തു വഴി? നമ്മുടെ ഈ വീടും പറമ്പും പണയപ്പെടുത്തിയാല് ഈ കല്യാണം നടത്താൻ പറ്റൂലേ? ഈ എന്താ അറിഞ്ഞിട്ട് ആയിഷായി പറയുന്നത്? ഈ വീടും പറമ്പും പണയപ്പെടുത്തിയാൽ തന്നെ സൽമാന്റെ കല്യാണത്തിന്റെ പൈസ തന്നെ കഷ്ടിച്ചേ കിട്ടൂ. അതിനും ഒരു വഴിയുണ്ട്. എന്താ നീ പറഞ്ഞോണ്ട് വരുന്നേ? ഈ വീടും പറമ്പ് എന്റെ പേരിലാണെങ്കിലും അവകാശം നിങ്ങൾ തന്നെയാണല്ലോ. അതുപോലെ നിങ്ങൾക്ക് അവകാശപ്പെട്ട വേറൊന്നും കൂടി ഉണ്ടല്ലോ. എന്താ അത്? ഖദീജാന്റെ പേരിലുള്ള വീടും പറമ്പും. അതിന്റെ ആധാരം കൂടി നമ്മുടെ ആധാരത്തിന്റെ കൂടെ വെച്ചാ സാബിറാന്റെ കല്യാണം കൂടി നടത്തിക്കൂടെ? അതൊന്നും ശരിയാവൂല. എനിക്ക് ഈ 2 കുട്ടികൾ മാത്രമല്ല, നിന്നെ പോലെ തന്നെ ഓക്കും 2 പെൺകുട്ടികളാ. നിങ്ങൾ ഇതേ പറയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. എന്നെക്കാളും എന്റെ മക്കളെക്കാളും വലുതാണല്ലോ നിങ്ങൾക്ക് ഓളും മക്കളും. ഓൾക്ക് 2 ചെറിയ പെൺകുട്ടികളല്ലേ ഉള്ളൂ. എന്റെ മക്കളെ പോലെ കല്യാണ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പെൺകുട്ടികളങ്ങ് വലുതാവും. അതുകൊണ്ട് ഈ ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ആദ്യം കെട്ടിയ പെണ്ണ് ഞാനല്ലേ? നിങ്ങൾക്കുണ്ടായ ആദ്യത്തെ കുട്ടികൾ ഇവരല്ലേ? എന്റെ കുട്ടികൾ കെട്ടുപ്രായവും തികഞ്ഞ് മൂത്ത് നരച്ച് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. അയ്യോ നടങ്ങന്റെ ആയിഷ, ഓളെ വീടിന്റെയും പറമ്പിന്റെ ആധാരമൊക്കെ പണയം വെക്കെന്ന് വെച്ചാ അതിന് ഓളുടെ ആധാരം കല്യാണം കഴിഞ്ഞ് എടുത്തു കൊടുക്കൂലേ? കല്യാണം കഴിഞ്ഞ് നമുക്ക് 2 മരുമക്കൾ വരികയല്ലേ? നമ്മുടെ മക്കള് വിചാരിച്ച മരുമക്കളുടെ സഹായം കൊണ്ട് തന്നെ ആധാരം പെട്ടെന്ന് എടുത്തു കൊടുക്കാമല്ലോ. ഈ ഏതായാലും സമാധാനായിട്ട് ഞാൻ ഖദീജാനോടൊന്ന് ആലോചിക്കട്ടെ. ഓ, നിങ്ങൾ എന്താ നേരത്തെ തന്നെ? എന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. എന്ത് കാര്യം? വിയാത്തും ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. സൽമാക്കും സാബിറാക്കും ഒരു കല്യാണക്കാരും. കേട്ടെടുത്തോളം കുഴപ്പമില്ലാത്തൊരു ബന്ധം. പിന്നെന്താ പ്രശ്നം? അതൊന്നുമല്ല,
40 പവനും 50,000 ഉറുപ്പിയ ഓരോരുത്തരും ചോദിക്കുന്നത്. അവരേട്ടന്യന്മാരാ. പക്ഷേ എൻ്റെ സ്ഥിതി നിനക്കറിയാലോ. അതിന് ഞാൻ എന്ത് വേണം നിങ്ങൾ പറഞ്ഞോണ്ട് വരുന്നത്? ഇന്നലെ രാത്രി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ വീട്ടിൻ്റെ ആധാരം ഇങ്ങോട്ട് പണയം വെക്കുക. പക്ഷേ എങ്ങനെ കൂട്ടിക്കഴിച്ച് നോക്കിയിട്ടും അത് ഒരാൾക്കുള്ളതേ ആവും. ഈ വീടിൻ്റെ ആധാരം കൂടി എടുത്ത് പണയം വെച്ചാൽ സാബിയുടെ കാര്യം കൂടി നടക്കും. പക്ഷേ എനിക്ക് അവരെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ഇവിടെ നിനക്കും 2 പെൺകുട്ടികളല്ലേ. ആധാരം കൊണ്ടുവെക്കുന്നോണ്ട് എനിക്ക് എതിർപ്പൊന്നുമില്ല. എന്റെ കുട്ടികൾ ചെറുതല്ലേ, ഒരു വലുതാകുമ്പോഴേക്കു എനിക്ക് ആധാരം എടുത്തെന്നാ മതി. അല്ലേ ഇത് കാര്യമായിട്ട് പറഞ്ഞ ഈ കാര്യക്കാരങ്ങ് തമാശയായിട്ട് പറയോ? ആയിഷോട് എനിക്ക് അറപ്പും വെറുപ്പൊക്കെ തന്നെയാ. പക്ഷേ സെൽമി സാബ്രയും നിങ്ങളെ രക്തത്തിൽ പിറന്നു തന്നെയല്ലേ. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എന്റെ മക്കളായിട്ട് തന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. ഖദീജ, നിനക്ക് ഇത്രയും വലിയ മനസ്സുണ്ടാവും ഞാൻ കരുതിയില്ല. നിങ്ങൾ ഇവിടുത്തെ ആധാരം പണയപ്പെടുത്തി പൈസ മേടിച്ചോളി. എന്നിട്ട് ആ ചെക്കന്മാരെ പറ്റി നന്നായിട്ടൊന്ന് അന്വേഷിക്കും. എവിടെയും നമുക്ക് പഴിച്ചൂടാ. എന്നിട്ട് വീട് പണയപ്പെടുത്തി കല്യാണം നടത്തിയോ? കല്യാണം നടത്താൻ വേണ്ടി വീടുകളുടെ ആധാരവുമായി ഞാൻ പല ബാങ്കുകളിലും കയറിയിറങ്ങി. കുടിക്കട സർട്ടിഫിക്കറ്റ്, അടിയാധാരം, കൈവശ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ബാങ്കുകാരെന്നെ കുറേ കളിപ്പിച്ചു. ഇതിനിടയ്ക്ക് പെട്ടെന്ന് കല്യാണം നടത്താൻ ചെക്കൻ്റെ വീട്ടുകാർ തിരക്കം കൂട്ടി. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ ഞാൻ ആധാരവുമായി ഞങ്ങളുടെ നാട്ടിലെ വട്ടിപ്പലിശക്കാരൻ ഉമ്മറായിയെ കാണാൻ തന്നെ തീരുമാനിച്ചു. എനിക്കൊരു ചായ എടുക്ക്. ആചാരെ എന്റെ പൈസ ഒന്ന് പുതുക്കണം. ഇന്നിപ്പോ ഉണ്ടാവില്ല അർമുക, നാളെ നമുക്ക് നോക്കാം. എന്തേ ഇപ്പോ നിങ്ങൾ കണ്ടത് ഉമ്മർ ഹാജി. നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഒന്നാന്തരം പലിശ ഹാജി. നിങ്ങളുടെ കയ്യിൽ ആധാരമുണ്ടോ എങ്കിൽ എന്റെ കയ്യിൽ പണവുമുണ്ട് എന്നാണ് ഹാജിയാരുടെ പോളിസി. ആയിക്കോട്ടെ ഹാജിയാരെ, ഞാൻ നിങ്ങളെ പുരയിലേക്കായിട്ട് ഇറങ്ങി. എന്തേ എന്താ ചെയ്താലേ? മക്കളെ കല്യാണം പറച്ചിലാണോ? ഇപ്പൊ അതിനല്ല, കല്യാണമൊക്കെ ഉണ്ട്. ഇതെന്റെ 2 പറമ്പിന്റെയും പുരേന്റെയും ആധാരം. ഇത് വെച്ച് എനിക്കൊരു 5 ലക്ഷം ഉറുപ്പിക. അല്ല ചെയ്താലേ, 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാലേ അതിന് നല്ലത് എന്റെ ഏതെങ്കിലും ഒരു പൊരയും പറമ്പും വിൽക്കണതല്ലേ. അത് ശരിയാവില്ല ആചാര്യ. 2 പൊരയും പറമ്പും, അതിൽ 2 ഭാര്യമാരും, 2 ആകും പെൺകുട്ടികളും. അതുകൊണ്ട് എല്ലാരും കൂടി തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. ആയിക്കോട്ടെ, ഈ ഒരു കാര്യം നാളെ രാവിലെ തന്നെ എന്റെ പൊരയിലേക്ക് നമുക്ക് അവിടുന്ന് സംസാരിക്കാലോ. അങ്ങനെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നിട്ട് കല്യാണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ആ നാട്ടിലെ എല്ലാവരെയും വിളിച്ച് ആർഭാടമായി തന്നെ കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും മനസ്സിനെ സങ്കടപ്പെടുത്തുന്നതായിരുന്നു. എങ്ങനെ? ഓരോ ചെറിയ കാരണങ്ങൾ കണ്ടെത്തി ആദ്യ ഭാര്യ എന്നോട് വഴക്കിടാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ പെൺമക്കളെ വീട്ടിലെ വിരുന്നെത്തി. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? എന്താ എന്നെ കാണാഞ്ഞിട്ട്? ഈ പോരത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലല്ലോ. എന്താ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നാൻ? ഒന്നുമില്ലേ? ഇവിടുന്ന് 2 ഇടത്തിലെ കെട്ടിച്ചു വിട്ട വല്ല വിചാരം ഉണ്ടോ നിങ്ങൾക്ക്? ജി വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. കാര്യം എന്താ പറ. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾ ഓർക്കേണ്ടതല്ലേ? എന്ത്? മറ്റന്നാൾ അവരുടെ പൊരയിലെ വിരുന്ന്. അതിന് 2 ആൾക്കും കൂടി ചുരുങ്ങിയത് ഒരു ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനെങ്കിലും കൊടുക്കണ്ടേ? തീർന്നോ? അത് മാത്രം പോരല്ലോ, ആ കടയിലെ മുഴുവൻ സാധനവും വാങ്ങിച്ചുകൊണ്ടെന്നാലോ? എന്തേ? നിങ്ങൾ തമാശ പറയാൻ നിൽക്കല്ലേ? അപ്പൊ നിനക്ക് തോന്നി ഞാൻ പറഞ്ഞ തമാശ എന്നല്ലേ? നിന്റെ ഒരു ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇവിടെ 2 കല്യാണം നടത്താൻ മനുഷ്യൻ പെട്ട പെടാപ്പാട് എന്താന്ന് നിനക്കറിയില്ലേ? നിങ്ങളുടെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മക്കളെ കെട്ടിച്ച പൊരയിൽ പോയി പറയാൻ പറ്റുമോ? അവരുടെ കുടുംബക്കാരും അയൽക്കാരും പെൺമക്കളുടെ പൊരയിൽ നിന്ന് എന്താ കൊണ്ടുവന്നെന്ന് ചോദിച്ചാ എനിക്കൊന്നും അറിയില്ല. മൂക്കിനൊപ്പം കടത്തിൽ മുങ്ങിക്കുക ഞാൻ. ഇതും കൂടി ആയ കഴിഞ്ഞു. നിനക്കൊക്കെ സമാധാനമെങ്കിൽ ആവട്ടെ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. ആചാര്യ, എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. അതിപ്പോ എന്നോട് പറയാ, ഞാൻ ഡോക്ടർ അല്ലല്ലോ കുമാര. അല്ല ആചാര്യ, നെഞ്ചുവേദന വന്ന് ആശുപത്രി കുറെ കടന്നു. ഹാർട്ട് വീക്ക് ആണെന്നാ
ഡോക്ടർ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അതിന് 1.5 ലക്ഷം രൂപ വേണം. അല്ല കുമാര, ഈ രാവിലെ തന്നെ എന്റെ മുന്നിൽ ഈ അല്ലലും അലട്ടനും വിളമ്പിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? കുറച്ച് പൈസ നാട്ടുകാരും കൂട്ടുകാരും സംഘടിപ്പിച്ചു തന്നിട്ടുണ്ട്. 50,000 രൂപ കൂടി വേണം. ആചാര്യത് കടമായിട്ട് തന്നിരുന്നെങ്കിൽ. കുമാര, 50,000 ഉറുപ്പ പോയിട്ട് 50 പൈസ പോലും നീ എന്നോട് കടം ചോദിക്കണ്ട. അതെ, എന്റെ പണി കടം കൊടുക്കണല്ലാന്ന് നിനക്കറിയാലോ. പിന്നെ ഞാൻ സൗജന്യമായിട്ട് വല്ലവർക്കും പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ആദ്യം വെച്ച് പറഞ്ഞോളാം. എന്തേ? ഇപ്പൊ ചെല്ല്, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. ചെല്ല്. എന്തൊരു ചൂടാണ് എന്റെ പഠിച്ചോന്. എവിടേക്കാ ബിയാത്ത തിരക്കിട്ട്? വല്ല കല്യാണക്കാരും ശരിയായിട്ടുണ്ടോ? എവിടെ എന്റെ മക്കളെ, നിങ്ങളുടെ കാര്യം നടന്ന പിന്നെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. എങ്ങനെ ശരിയാവാനാ? ഞങ്ങൾ തന്നെ കുടുങ്ങിയ മാതിരിയാ. എന്തേ പെൺകുട്ടികൾ അങ്ങക്ക് പറ്റിയില്ലേ? പെൺകുട്ടിക്ക് കുറെ ചെയ്യലുണ്ടായിട്ട് എന്താ ബിയാത്ത? എന്താ നിങ്ങളുടെ പ്രശ്നം? കല്യാണം കഴിയുമ്പോഴത്തേനും തകർന്ന കുടുംബ. ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ടിവിയും ഫ്രിഡ്ജും മറ്റു സാധനങ്ങളും ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കാശ് കൊടുത്ത് വാങ്ങേണ്ട ഗതികേടാ. അപ്പൊ അതാണ് കാര്യം. എടാ പൊട്ടന്മാരെ, അങ്ങനെ തന്നെ വിളിക്കട്ടെ രണ്ടിനെയും. നിങ്ങൾക്കിപ്പൊ അത് വാങ്ങിച്ചു കൊടുക്കണോണ്ട് ഒരു നഷ്ടവും വരാൻ പോണില്ല. പിന്നെന്ത് ലാഭം ഉണ്ടെന്ന് ഞങ്ങൾ ഈ പറയണേ? എടാ, ആ പെരയും പറമ്പും ആരുടെ പേരിലാന്ന് അങ്ങടെ വിചാരം? ആയിഷാന്റെ പേരില. ഓളെ സന്തോഷിപ്പിച്ച് സോപ്പിട്ട് നിന്ന 1-2 മാസം കഴിയുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ പേരിലാവും. അതിന് കുറെയൊക്കെ പൈസ ആദ്യം നിങ്ങൾ കയ്യിൽ നിന്ന് ചെലവാക്കണം. ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലാവണുണ്ടോ നിങ്ങക്ക്? സംഗതി മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ പോലെ നടന്നാ അതൊക്കെ നിങ്ങളെ മിടുക്ക. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അല്ല ബിയാത്ത, നിങ്ങൾ നിക്കി ഇക്ക, നിങ്ങൾ ബിയാത്തനെ കൊണ്ടാക്കി. ആയിക്കോട്ടെ. അയ്യ വേണ്ട മക്കളെ, ഞാൻ നടന്നു പോയിക്കോളാം. അവിടെ ഇവിടെ പോട്ടെ വണ്ടി. ഇനിയെങ്കിലും നമുക്ക് ആ പഴയ പോരേന്ന് മാറി ഈ വീട്ടിൽ നിന്നൂടെ? ഇപ്പൊ ഇങ്ങനെ ഒരു പോരെടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. എത്ര പൈസ ആണോ ചെലവാക്കണത്? ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സ് കരിങ്കല്ല്. ഇന്റെ കൂടെ പൊറുക്കാൻ തുടങ്ങി ഒരു കൊല്ലം കുറയായല്ലോടി. എന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ മനസ്സ് കരിങ്കല്ലാന്ന്. കഴിഞ്ഞൊന്നും അത്ര പെട്ടെന്ന് മറക്കരുത്. ഇന്നലെ രാവിലെ വന്നത് 10 പൈസക്ക് ഗതിയില്ലാതിരുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള മനുഷ്യനാ. അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ എന്റെ കൂട്ടുകാരനല്ല, കൂടപ്പിറപ്പാണെന്ന്. ഇന്നലെ അയാളാ നിങ്ങളുടെ മുന്നിൽ വന്ന് ജീവന് വേണ്ടി എന്നോട് ജീവന് വേണ്ടി ഞാനെന്താ പഠിച്ചോനാ? ഇത്ര ആയുസ് വരെ ജീവിക്കണമെന്ന് ഉടേ തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഒടേ തമ്പുരാൻ ആ വല്ല ചിന്തയും നിങ്ങൾക്കുണ്ടാ? കൊള്ളപ്പലിശ വാങ്ങി അട്ടിയിട്ട പൈസ കൊണ്ട് അജീത് പടച്ചോനെ കബളിപ്പിച്ചിറക്കണ നിങ്ങള് ഒരു കാലത്തും കൂടം പിടിക്കൂല. എന്താ കിതാബ് തരിക? അല്ല പിന്നെ നിങ്ങൾ അള്ളാഹ്ക്കും റസൂലിനും പൊറുക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ നിങ്ങളുടെ ചോരയിപ്പറന്ന ഒന്ന് കണ്ണത്താ ദൂരത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഓൻ എന്താ പറഞ്ഞു നിങ്ങൾക്ക് അറിയോ? ഉപ്പാന്റെ പലിശയുടെ ഏർപ്പാടൊക്കെ നിർത്തി ദീനിയായിട്ട് ജീവിക്കാൻ പറയണോന്ന്. എന്റെ ബാപ്പയാണല്ലോ ദുബായി ഉമ്മാക്ക് ഫോൺ ചെയ്ത് ബാപ്പാന്റെ സ്വഭാവം നന്നാക്കാൻ നടക്കണ ഒരു മോന്. ഇനി ഓൻ വിളിച്ചാല് ഈ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കണ്ടി. ഓൻ എന്റെ ബാപ്പല്ല, ഞാൻ ഓന്റെ ബാപ്പയാണ്. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്തോളി. പിന്നെ എനിക്കും എന്റെ മോനിക്കും പാവങ്ങളുടെ കണ്ണീരി കുതിർന്ന കാശുകൊണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും വേണ്ട. വേണ്ടെങ്കി വേണ്ട, കേറി പോടി അകത്ത്. എല്ലാം നിങ്ങൾക്ക് വയ്യ മനസ്സിലായിക്കൊള്ളു. ഹലോ, നിങ്ങൾ സെലക്ട് ചെയ്തോ? ഞാൻ ഉമ്മാനെ കൂട്ടിക്കൊണ്ട് വരാം. ആയിക്കോട്ടെ, ഓക്കെ. ഉമ്മ ഉമ്മ. എന്താ മക്കളെ? സാബിറയും സെൽമയും എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉമ്മ എനിക്കാനെ കൂടെ പോയി വേണ്ടത് എടുത്തോളെ. അതൊന്നും വേണ്ട, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇവിടേക്കാണെങ്കിലും അവിടേക്കാളും എല്ലാം ഒരുപോലെ തന്നെയല്ലേ. എന്നാ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. അവരോടെ കാത്തിരിക്കല്ലേ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ഉമ്മ പോയി. പോവാം.
ആരെ ഓട്ടോറിക്ഷ? ഇവിളിപ്പോ എന്നിട്ട് ഓട്ടോറിക്ഷയില് അവരെങ്ങോട്ടാ പോണത്? അതെ, നാളെ ഞങ്ങളെ വീട്ടിലെ വിരുന്നുകൂടലല്ലേ, ടിവിയും ഫ്രിഡ്ജും വാങ്ങാം ഉമ്മാക്ക് വലിയ നിർബന്ധം. ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. ഭാര്യ വീട്ടുകാർക്ക് പണമില്ലാന്ന് വെച്ച് മാനം കളയാൻ പറ്റുമല്ലോ. അതെങ്ങനെ? ഉത്തരവാദിത്തം ഉണ്ടെങ്കിലല്ലേ. എന്തപ്പോ ഞാൻ ചെയ്യാം? നീ മുങ്ങിയാ ഞാൻ കാണില്ലാന്ന് വിചാരിച്ചോ? നായിന്റെ മോനെ എടിക്കണ. ഈ എന്ത് വിചാരിച്ച് ഈ മുങ്ങിയാ ഞാൻ കാണൂലെന്നോ? എന്റെ പെണ്ണുങ്ങളെ പ്രസവമായതുകൊണ്ടാ പൈസ കുറെ ചെലവായി. ഞാൻ തന്നോളാം. ഞാൻ തന്നെയല്ല. ഈ ഇങ്ങൊരു കോപ്പും പറയണ്ട. ഇന്റെ പൈസ നീ എന്ന് തരുന്നോ അന്ന് തുറന്നാ മതി ഈ പീടിയ. അങ്ങോട്ട് മാറാ. പടച്ചോനോർത്ത് എനിക്ക് ഒരവധി കൂടി തരണം. ഇതെന്റെ ചോറാണ്. എന്റെ കുടുംബം പട്ടിണിയാവും. ദയവേത് പൂട്ടിക്കരുത്. എടാ, നിന്റെ കണ്ണീരും കയ്യും കണ്ടിട്ടല്ല ഞാൻ ഇപ്പൊ പോണത്. നിനക്ക് ഒരവധി കൂടി ഞാൻ തരും. അടുത്ത ഞായറാഴ്ച. അന്ന് ഇന്റെ മുതലും അതിന്റെ പലിശയും അതിന്റെ കൂട്ടുപലിശയും അടക്കം ഇന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരണം. അല്ലെങ്കിൽ അറിയാലോ നിനക്ക് ഞാൻ എങ്ങനെയാലും എത്തിക്കാം. എത്തിച്ചാ നിനക്ക് നന്ന്. അല്ലെങ്കിൽ നിന്റെ പെരെ കയറി ഉമ്മറാജി ഞരങ്ങും. മനസ്സിലായോ? എന്താണ് എല്ലാം കൂടി ബായി നോക്കി നിൽക്കണം. മാറിനാണ് അവിടെ നിന്ന്. ഐഷ, ഐഷ. എവിടെയായിരുന്നു? നേരെ ഇത്ര വൈകിട്ടും കാണാതായപ്പോ ഞാൻ കരുതി മാനക്കേട് സഹിക്കാൻ വയ്യാതെ വല്ല കടുങ്കയും കാണിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഓർത്ത് നീ പേടിക്കണ്ട. എല്ലാത്തിനും പറ്റിയ ഒരു ഭാര്യ ഉള്ളപ്പോ ജീവിതത്തിൽ ഞാൻ എന്തിനാ ഒളിച്ചോടിപ്പോന്നെ? വെറുതെ എന്തിനാ ജീവിതം അവസാനിപ്പിക്കുന്നത്? നിങ്ങൾ പാതിരാക്കി കയറി പിച്ചുമ്പയും പറയാ? അല്ല ഐസ, ഞാനൊരു സത്യം പറഞ്ഞ ഭർത്താവ് നയാ പൈസ ഇല്ലാതെ തകർന്നുപോയി എന്നറിഞ്ഞിട്ടും മനോധൈര്യം കൈവിടാതെ എല്ലാ കാര്യങ്ങളും മക്കളെയും മരുമക്കളെയും കൂട്ടി നീ അങ്ങ് ചെയ്തില്ലേ? അത് ശരി. ഇപ്പൊ ഞാൻ ചെയ്തതായി കുറ്റമല്ലേ?
അന്യ തറവാട്ടുകാർക്കും നാട്ടുകാർക്കും മുമ്പിലേ എന്റെ മക്കള് മാനം കെടുന്നതിലല്ല നിങ്ങളുടെ ഈ സങ്കടം. ഇന്നെ ഒരു വട്ടപ്പൂജ ആക്കിയിട്ട് മരേക്കളുടെ മുമ്പിൽ താറടിച്ചപ്പോ എവിടെ പോയി നിന്റെ ഈ മാനം? ഞാനീ പുരയിലേക്ക് കയറി വരുന്നത് കണ്ടിട്ട് എന്നോടൊരു വാക്ക് പോലും ഉണ്ടാതെ ഈ മക്കളും മരേക്കളും വണ്ടി കയറി പോയില്ലേ? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. ഞാൻ എന്തു പറഞ്ഞാലും നിന്റെ തലയിൽ കയറില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാനിപ്പോ നിന്റെയും മക്കളെയും മുന്നിൽ ഒന്നുമില്ലാത്തവനാ, ആർക്കും വേണ്ടാത്തവനാ. നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയവനെന്ന നിങ്ങളുടെ ഈ മനോഭാവം അതെന്നു മാറുന്നോ അന്നേ നിങ്ങൾ നന്നാവും. അല്ല പിന്നെ എന്താപ്പ ഈ കോലോ? നിങ്ങളൊന്നും തിന്നാറില്ലേ? നിങ്ങളിവിടെ വന്നാ തിന്നല് കണക്കാന്ന് എനിക്കറിയാലോ. കഴിഞ്ഞതൊക്കെ മനസ്സിലിട്ട് നടന്നിട്ടാ നിങ്ങൾ ഇങ്ങനെ ആയത്. വരി. ഉപ്പ വന്നിരുന്ന് കൊറേ അരി സാധനങ്ങളൊക്കെ കൊണ്ടുതന്നു. വേണ്ട വേണ്ടാന്ന് ഞാൻ കൊറേ പറഞ്ഞു കേട്ടില്ല. അല്ല, മക്കൾ സ്കൂളിൽ വന്നില്ലേ? ഇല്ല, ഒരു വരാനല്ലേ ആവുന്നുള്ളൂ. അല്ല, നിങ്ങക്ക് ചായ എടുക്കണോ? വേണ്ട, ഞാൻ ഈ പാറമുഖന്റെ കടയിൽ നിന്ന് കുടിച്ചിട്ടേ ഉള്ളൂ. അതെ, സൽമാന്റി സാബിറാന്റിയും കെട്ടിയോമാരെ എന്നാ അങ്ങോട്ട് വിരുന്നിന് വിളിക്കുന്നത്? ഞാൻ ചോദിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും കുടുംബത്തെ തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ, ഓളല്ലേ. ഓള് തീരുമാനിക്കട്ടെ. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഓളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ വിരുന്നിന് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചാണെങ്കിൽ അതിൽ ഇത്ര വലിയ തെറ്റൊന്നുമില്ല. നിങ്ങൾ മരുമക്കളെ മക്കളായിട്ട് കരുതിയാ മതി. കുറെയൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. കല്യാണത്തിന് പലിശക്കെടുത്ത പൈസ അടയ്ക്കാൻ കഴിയാതെയായി. പല കണക്കുകളും തെറ്റി. ആദ്യ ഭാര്യയുടെ ദൂർത്തടിയും ആഡംബരവുമാണ് അതിന് കാരണം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ എന്നെ തനിക്ക് വന്നതാണ്. ആചാരെ, ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഇത് നല്ല തമാശ. അന്നെ അങ്ങോട്ട് കാണാത്തോണ്ടല്ലേ സൈതാലിയെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, എന്താ എന്റെ അടുത്ത പരിപാടി? പറമ്പിൽ പഴയതുപോലെ ഒന്നുമല്ല ആചാരെ, തേങ്ങ പറ്റ മോശ. ഇതപ്പൊ നന്നായത്. നിന്റെ തെങ്ങിലെ തേങ്ങയും മാവിലെ മാങ്ങയും കണ്ടിട്ടല്ല ഞാൻ നിനക്ക് ലക്ഷങ്ങൾ ഇങ്ങനെ എണ്ണി തന്നത്. നിന്റെ ബാപ്പി ഞാനും പഴയ ചെങ്ങൈമാരായതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ നിന്നെ തെരഞ്ഞു വരാതിരുന്നത്. അടവ് 1 2 തവണ അല്ലല്ലോ സൈതാലിയെ തെറ്റിക്കണത് നീ. അറിയാതെ അറിഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള വഴി എന്താന്ന് വെച്ചാ വേഗം കാണും. എന്നിട്ട് ഈ ഇടപാട് അങ്ങോട്ട് തീർക്കായിക്കോട്ടെ. അറിയാലോ, ഈ ഒപ്പിട്ടെന്ന അധികാരപത്രവും ആധാരവും ഇന്റെ പെരേല് ലോക്കറിൽ ഇരിക്കുകയാണ്. അത് ഈ മറക്കണ്ട. പൊന്നാര ചെയ്താലേ കണ്ണ് ചോരല്ലാത്ത ആളായാലും എന്ത് കടുങ്കൈ ചെയ്തിട്ടായാലും വേണ്ടില്ല, അയാളെ ഇടപാടാണ് തീർക്കാൻ നോക്ക്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ലക്ഷണ കാണുന്ന ഐഷ. എന്താ? ആ പലിശക്കാരൻ ആചാര്യ ഇന്ന് എന്നെ കണ്ട് പറയാത്തതൊന്നുമില്ല. നിന്റെ ഒരുത്തിയുടെ വാക്ക് കേട്ടിട്ടാ ഞാൻ ആധാരം പണയം വെച്ചത്. എന്താ നീ എന്ന് പറഞ്ഞിരുന്നേ? മരുമക്കൾ ഒന്നായിട്ട് ഇങ്ങ് എടുത്തേരുന്നായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതാ ഇപ്പൊ നന്നായേ. കുട്ടികളുടെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അവരോട് ആധാരം എടുത്തു തരാൻ പറയാൻ പറ്റുമോ? അല്ലേലും ഞാൻ അവരുടെ അമ്മായിയമ്മയല്ല, ഉമ്മയാണെന്ന് അവര് പറയുന്നത്. ദേ, നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാനൊരു സാധനം കാണിച്ചു തരാം. ദേ, ഇത് കണ്ടാ നിങ്ങള്? സ്വർണമാല ഷംജീറിന്റെ വക, വള സജീറിന്റെ വക, രണ്ടും കൂടിയേ ദേ 2 പവനാ. ഓ, പാവം എന്റെ മക്കള്. എത്ര പൈസ എന്റെ മുതലാന്നറിയോ? എന്നിട്ടാ സ്നേഹമില്ലാന്ന് പറയണത്. ഇങ്ങനത്തെ 2 മരുമക്കളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. ഒരു നിർവാഹവും പലിശ അടയ്ക്കാൻ ഞാൻ കണ്ടില്ല.
പ്രതീക്ഷിച്ചതുപോലെ അയാൾ എൻ്റെ വീട്ടിലെത്തി. ഇങ്ങോട്ട് നോക്കിക്കാ. ഓനെങ്ങോട്ട് വിളിക്ക്. ആര്? അന്റെ കെട്ടിയോനെ തന്നെ. എന്താ എല്ലാരും ഇങ്ങനെ നോക്കണത്? ഇങ്ങോട്ട് വിളിക്കുവാനേ. ഉപ്പാ. ആ ആ ഹാജിയാരോ എന്താ അവിടെ തന്നെ പറഞ്ഞേ? ഇങ്ങോട്ട് കയറിയിരിക്ക. ഞാൻ എന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. അങ്ങനെ നീ കരുതിയോ ചെയ്താലേ? ഹാജിയാരെ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ നിന്നുകൊണ്ട് തന്നെ പറയും. കാലം കുറെ ആയല്ലോ നീ എന്നോട് കാശ് മേടിച്ചിട്ട്. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. നിങ്ങളെല്ലാരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ നിൽക്കുന്ന പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ പോലെന്റെ ആധാരം എനിക്ക് പണയപ്പെടുത്തിയിട്ടാ ഇവൻ എന്നോട് പൈസ മേടിച്ചത്. ഇപ്പൊ അതിന്റെ മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഒരു സംഖ്യ ഉണ്ട്. ഒന്നൂക്കല് ഇന്റെ പൈസ മര്യാദക്ക് ഇങ്ങോട്ട് തരിക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി തരിക. എന്താ വേണ്ടത് നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് തീരുമാനിച്ചിട്ട് വിവരം നാളെ തന്നെ എന്നെ അറിയിക്കാം. തൽക്കാലം ഞാനിപ്പോ പോവുക. കേട്ടടാ ചെയ്താലേ. സൽമ, നിന്റെ ഡ്രസ് എന്തൊക്കെ എടുക്കാളെ എടുത്തിട്ട് വേഗം ഇറങ്ങാൻ നോക്ക്. ഇനി എന്നോട് എന്തെങ്കിലും പ്രത്യേകം പറയണോ? നാണോ മാനമില്ലാത്തവരുടെ ഇനി ഞങ്ങൾ നിൽക്കൂല. മക്കളെ, നിങ്ങൾ പോവരുത്. ഈ ഉമ്മാനെ ഓർത്ത് പോവരുത്. ഇക്കണ്ട വർത്താനൊക്കെ അയാൾ പറഞ്ഞിട്ടും കമാന്ന രക്ഷം മിണ്ടാതെ തലയും താഴ്ത്തിയുള്ള അയാളുടെ ആ പോക്കുണ്ടല്ലോ, എനിക്ക് തീരെ മനസ്സിലായില്ല. പണ്ട് കാരണന്മാർക്കൊരു ചൊല്ലുണ്ട്, നാണല്ലാത്തവന്റെ ആസനത്തിൽ ആല് വിളച്ചാൽ അതൊരു തണലാന്ന്. അതുപോലെ ഞങ്ങളെ കാര്യം. കെട്ടിയമാരെ മുന്നിൽ വെച്ച് ഞങ്ങൾ നാണം കെടുത്തിയപ്പോ സമാധാനായില്ല എല്ലാവർക്കും. മക്കളെ, ഈ ഉപ്പ നിങ്ങളെ മാനം കെടുത്തിയല്ല, എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ. അന്ന് വന്ന് പലിശക്കാരും വീട്ടിൽ കയറി വന്ന് ചീത്ത പറയാൻ തുടങ്ങി. പലിശയ്ക്ക് പണം എടുത്ത് മക്കളുടെ കല്യാണം നടത്തിക്കൊണ്ടുള്ള ത്യാഗണ്ടല്ലോ, അത് ഞങ്ങളോട് വേണ്ടായിരുന്നു. വാടാ. ആണല്ലാത്തത്. അല്ല, നിങ്ങക്ക് ഇത് എന്ത് പറ്റി? മക്കളെ കല്യാണം കഴിഞ്ഞ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. നിങ്ങളെ മുഖത്ത് തീരെ തെളിച്ചില്ലല്ലോ. ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്ന. കൂടെ കിടന്നവർക്ക് രാപ്പനി അറിയുന്നൊരു ചൊല്ലുണ്ട്. നിങ്ങളെ മനസ്സിലുള്ളതൊക്കെ ഞാൻ ഈ മുഖത്തുനിന്ന് വായിച്ചെടുക്കും. പറ, എന്താ പ്രശ്നം? കാര്യങ്ങൾ ആകെ പ്രശ്നത്തിലേക്കാണ് നീക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കടം, മറുഭാഗത്ത് ആയിഷ. ഇതിനിടയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടയാൻ ഞാൻ. കടം തീർത്താ തീരുന്നല്ലേ? വെറുതെ ഓരോന്നും ഓർത്ത് ആദ്യ പിടിച്ച് സൂക്കറുണ്ടാക്കണ്ട മനുഷ്യ. പിന്നെ കൊറേ കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ചാ മതി. വേറൊന്നുമല്ല, 2 ചെറിയ മക്കളാ, അതും പെൺകുട്ടികൾ. അല്ലെങ്കിൽ വല്ല കടുങ്കയും ചെയ്തിട്ടുണ്ടാവും ഞാൻ. ആവശ്യമില്ലാത്ത എന്തൊക്കെ ഈ പറയുന്നത്? നിങ്ങൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാ മറ്റുള്ളവർക്ക് പിന്നെ ആരാ? മരിക്കാൻ എല്ലാവർക്കും എളുപ്പാ. പടച്ചോന് നിൽക്കാത്ത ഓരോന്നും പറയാണ്ട് നിങ്ങൾ നിർത്തിങ്ങോട്ട് വരി. വാ. അത് ശരി, നിങ്ങൾ ഇവിടെ വന്നിരിക്ക. എന്തേ പറ്റി? നിങ്ങളെ പൊരയിലെ ആചാരി കേറി വന്നിട്ട് ആകെ കുട്ടിച്ചോറാക്കുന്നുണ്ട്. നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും പൊരേന്ന് ഇറക്കി വിട്ടിട്ട് പൊരയും പൂട്ടി ചാവിയും കൊണ്ട് ആചാരി പോയിക്കണേ. ചതിച്ചല്ലോ റബ്ബേ. നിങ്ങൾ ആലോചിച്ചിരിക്കാതെ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ചെയ്താലേ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യ? പാവം, അല്ലെങ്കിലേ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. ആചാരം ഒരു വീട്ടിൽ നിന്നും കൂടി പുറത്താക്കി കഴിഞ്ഞാൽ പൂർത്തിയായി. പലിശക്കാരല്ല അറുമുകേട്ടാ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരാ. ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം അവർക്കൊന്നും ഇല്ലല്ലോ. ആ, ഈശ്വരൻ ഇതൊക്കെ കാണാതിരിക്കോ? ആചാര്യ,
അല്ല, ആരാ അത് ചെയ്താലോ? അപ്പൊ ഇതിന്റെ വീട്ടിലേക്കുള്ള വഴിയൊന്നും മറന്നിട്ടില്ല അല്ലേ? ഞാൻ വിചാരിച്ചു അനക്ക് പൈസ വാങ്ങാൻ വേണ്ടി വരാൻ മാത്രമേ വഴി അറിയുള്ളൂ. അന്ന് പൈസ വാങ്ങി പോയ ശേഷം ഈ വഴിക്കൊന്നും നിന്നെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ആചാരെ, ചതിക്കരുത്. എന്റെ ഭാര്യയും മക്കളും പെരുവഴിയിലാവും. എനിക്ക് കുറച്ചുകൂടി സാവകാശം തരണം. എന്റെ കല്യാണം കഴിഞ്ഞ കുട്ടികളെ ഭാവി ഓർത്തെങ്കിലും. ഞാൻ അത്ര കണ്ണു ചോരല്ലാത്തോണ്ടൊന്നല്ല. അന്റെ ഒരു വീട്ടിലുള്ളവരെ മാത്രമല്ലേ ഞാൻ ഇറക്കി വിട്ടിട്ടുള്ളൂ. സത്യം പറയാനുണ്ട് ചെയ്താല് അന്റെ മരുമക്കൾ ഉശരുള്ളവരാ. ഈ വാങ്ങിയ മുതലും പലിശയും കൂട്ടുപലിശയും അടക്കം 3,45,000 ഉറുപ്പ്യ വരും. അത് മാന്യമായിട്ട് നിന്റെ ആദ്യ ഭാര്യയും മക്കളും മരുമക്കളും നിന്റെ വീട്ടിൽ കൊണ്ടു തന്ന്. പിന്നെ ഞാൻ എന്തിനാ അവരെ ഇറക്കി വിടുന്നത്? അതുപോലെ 3,45,000 ഉറുപ്പ്യ നിന്റെ രണ്ടാമത്തോളം വീടിന്റെ കുടിശ്ശികണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ? എനിക്കെന്റെ സ്വത്ത് മുതലൊന്നും വേണ്ട ചെയ്താലേ. ആചാരെ, എനിക്കൊരവധി കൂടി തന്നൂടെ? ഇനി ഒരവധിയും ചോദിച്ചു നീ ഇവിടെ നിക്കണ്ട. മുതലില്ലെങ്കിൽ അതിന്റെ പലിശ കൂട്ടുപലിശ കൊണ്ട് കൊണ്ടുപോവാ. അല്ലാണ്ട് നീയും എന്റെ ഭാര്യ മക്കളും ആ വീട്ടിൽ കിടന്ന് പൊറുക്കൂല. വെറുതെ നിന്ന് സമയം കളയാണ്ട് പൈസ ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കണോ പോയിട്ട്? അല്ലെങ്കിൽ മരുമക്കളോ ചോദിച്ചു നോക്ക്. നല്ല കൊമ്പത്തെ സുജായികളല്ലേ, വേഗം ചെല്ലണോ? നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഹാജിയാരുടെ കയ്യിൽ നിന്ന് മരുമക്കൾ ആധാരം തിരിച്ചു വാങ്ങി. മുതലും പലിശയും കൂട്ടുപലിശയും അടക്കം 3,33,000 രൂപ കൊടുത്താ എന്റെ മക്കൾ അത് തിരിച്ചു വാങ്ങിയത്. എന്നാലും ആയിഷ, അത് മുഴുവനായിട്ട് കൊടുക്കുന്നതിന് പകരം 2 വീടിന്റെയും പലിശയിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ ഖദീജാന്റെ വീടും കൂടി നമുക്ക് നിലനിർത്തായിരുന്നില്ലേ? നമ്മളെ കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉള്ള ആധാരം തന്ന്. എന്നിട്ടിപ്പോ ഹാജിയാറുള്ള പുരയെന്ന് ഇറക്കി വിട്ടിട്ട് പുര പൂട്ടിയില്ലേ? അല്ലെങ്കിലും ഓളുടെ കാര്യത്തില് നിങ്ങൾക്ക് ബേജാറ്. ഹാജിയാർ എന്നെ എന്റെ മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിലേ ആകെ മാനക്കേടായേനെ. നന്നായി ആയിഷ, നന്നായി. നിനക്കും നിന്റെ മക്കൾക്കും തെരുവിലിറങ്ങണ്ടല്ലോ. നിന്റെ മക്കൾ കെട്ടിച്ചതിന്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടൊരു കുടുംബമുണ്ട്. നിന്നെപ്പോലെ തന്നെ നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്നാ ഞാൻ ഓളയും. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഈ പൈസ തന്നെ എന്റെ മരുമക്കൾ എങ്ങനെ കൊടുത്തു എന്നാ? നിങ്ങൾ കരുതിയതുപോലെ വെറുതെ ഒന്നുമല്ല. ഈ വീടും പറമ്പ് അവരുടെ പേര് എഴുതി കൊടുത്തതുകൊണ്ടാ. അല്ലെങ്കിൽ എനിക്കും എന്റെ മക്കൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നേനെ. തെറ്റുകാരൻ ഞാനാ. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് വിശ്വസിച്ചു. പക്ഷേ എന്നോടൊരു വാക്കുപോലും പറയാതെ നീ എഴുതി കൊടുത്തില്ലേ? നന്നായി. ഇനിയിപ്പോ എന്റെ ആവശ്യം പോലില്ലല്ലോ. നന്നായി ആയിഷ, നന്നായി. അന്ന് രാത്രി ഞാൻ ആ നാട് വിട്ടു. എങ്ങോട്ടായിരുന്നു ആ യാത്ര? ഒന്നും നിശ്ചയിച്ചുറപ്പിച്ചിട്ടില്ലായിരുന്നു. ആ യാത്ര അവസാനിച്ചത് ആന്ധ്രയിലെ ഒരു കുഗ്രാമത്തിലായിരുന്നു. ചോളം കൃഷി ചെയ്യുന്ന വലിയ പാടങ്ങൾക്ക് നടുവിൽ അധ്വാനം മാത്രമുള്ള കുറേ മനുഷ്യർ. ഞാനും അവരിലൊരംഗമായി. ബന്ധങ്ങൾക്കും സ്വന്തങ്ങൾക്കും അപ്പുറം സ്നേഹത്തിനാണ് വിലയെന്ന് മനസ്സിലാക്കിയ കുറേ ദിവസങ്ങൾ. ഭാര്യയും മക്കളെയും കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ കിടന്ന് പുകയാൻ തുടങ്ങി. മനസ്സിലാകെ ഒരു പിരിമുറുക്കം. വിശപ്പില്ല, ദാഹമില്ല, ഒന്നും അറിയുന്നില്ല. വെറും ഒരു അദൃശ്യ ലോകത്തിൽ നിന്ന് പോലെ. ഞാനൊരു ട്രെയിനിൽ കയറിയിരുന്നത് ഓർക്കുന്നു. പിന്നെ ഇതാ നിങ്ങളുടെ മുമ്പിൽ. ഇനി എന്താ പരിപാടി? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? എനിക്കെൻ്റെ ഭാര്യയും മക്കളെയും കാണണം. നാട്ടുകാരും വീട്ടുകാരും ജീവിതത്തിൽ നൊളിച്ചോടിപ്പോയ ഒരു ഭീരുവായിട്ട് എന്നെ കാണും. അതൊക്കെ സേതാലിക്കന്റെ വെറും തോന്നല. നിങ്ങളുടെ കൂടെ ഞങ്ങളും വീട്ടിലേക്ക് വരാം. നടന്നതല്ല നമുക്ക് വീട്ടുകാരോട് പറയാം. അവര് മനുഷ്യരല്ലേ. സ്വന്തം ഭർത്താവിനെ തിരിച്ചു കിട്ടിയാൽ ഒരു ഭാര്യയും കൈയൊഴിയില്ല. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. എല്ലാവരും കൈയൊഴിഞ്ഞെന്ന് കരുതണ്ട. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും. നിങ്ങൾ ഒന്നിനും പേടിക്കണ്ട, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. സേതാലിക്ക, നിങ്ങളിവിടെ ഇരിക്കും, ഞങ്ങൾ പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ. ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ആരാ? ആയിഷാത്തല്ലേ? അതെ. നിങ്ങൾ ആരൊക്കെയാന്ന് മനസ്സിലായില്ല. അത് പറയാം. 3 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ നിങ്ങളുടെ ഭർത്താവ് ഞങ്ങളോടൊപ്പമുണ്ട്.
ഞങ്ങളുടെ നാട്ടിലെ തെരുവിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അന്വേഷിച്ചപ്പോൾ ഭാര്യയും മക്കളെയും കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ കണ്ടത്. ഇന്ന് അയാളുടെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? കഴിഞ്ഞതെല്ലാം മറന്ന് നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കണം. അപ്പൊ ആള് മരിച്ചിട്ടില്ല. അത്ര പെട്ടെന്നൊന്നും മരിക്കുന്ന ആളല്ല. ഇനി എനിക്കും എന്റെ മക്കൾക്കും അങ്ങനത്തെ ബാപ്പാനെ വേണമെന്നില്ല. ഒരല്പം കൂടി മാന്യമായ രീതിയിൽ സംസാരിച്ചൂടെ? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവല്ലേ? ഭർത്താവ് പേരിന് മാത്രം പോരല്ലോ. എന്നെ എന്റെ മക്കളെ ഉപേക്ഷിച്ച് ഒരു കള്ളനെ പോലെയാ അയാൾ ഇവിടെ ഇറങ്ങി പോയത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാപ്പനെ വേണ്ട. ഇറങ്ങിപ്പോയപ്പോ ബാപ്പ ഞങ്ങളെ പറ്റി ഓർത്തില്ലല്ലോ. ബന്ധങ്ങളുടെ കണക്കും കടപ്പാടും പറഞ്ഞ് ആരും ഈ പടികേറി വരണമെന്നില്ല. എന്റെ മരുമക്കൾക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല. 3 വർഷം ഞാൻ ഇവിടെ എങ്ങനെ കഴിഞ്ഞു അയാൾ ആലോചിച്ചോ? മനസ്സിൽ മരിച്ചു എന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴോ ഇനി അങ്ങനത്തെ ഒരു ബാപ്പാനെ എന്റെ കുട്ടികൾക്ക് വേണ്ട. 10 പൈസയിലേറെ കയറി വന്നിരിക്കുന്നു. വാ മക്കളെ വാ. ഒരു പാപ്പ വന്നിക്കണം. വാതിലടക്കട. എന്തിപ്പോ തോന്നിയാവോ? ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്കൊക്കെ തോന്നും ചെയ്തു പോയത് തെറ്റായി പോയെന്ന്. അന്ന് മനസ്സുരുകി വിളിച്ചാലൊന്നും പടച്ചം കേൾക്കൂല. അത് നിങ്ങൾ മറക്കണ്ട. വാ നമുക്ക് പോവാം. സൈതാലിക്ക, കരയണ്ട. ലോകമെന്ന് വെച്ചാൽ ഈ വീടും ഇവിടെ ഉള്ള ആൾക്കാർ മാത്രമല്ല. ഉമ്മാക്കും മക്കൾക്കും വാപ്പാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അവരെ വേണ്ട. അവർക്ക് വേണ്ടാന്ന് വെച്ച് ഞങ്ങളെ നിങ്ങളെ ഉപേക്ഷിക്കില്ല. വണ്ടി എടുക്ക. നീ ഒന്ന് ചോദിച്ചു. ആരാ മോളെ? ഖദീജ താത്തല്ലേ ഇവിടെ? ആ ഉണ്ടല്ലോ. ഒന്ന് വിളിക്കോ? ഖദീജ, ഖദീജ. എന്താ? നിന്നെ ചോദിച്ചു വന്നു. ആരാ? മനസ്സിലായില്ല. പറയാം, കുറച്ച് വിശദമായി തന്നെ പറയാം. എന്റെ പേര് നസീമ, ജേർണലിസ്റ്റ് ആണ്. ജന്മദേശം പത്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ദിവസങ്ങൾക്ക് മുമ്പെയുള്ള അന്വേഷണം അവസാനം എത്തിയത് ഈ മുറ്റത്താ. അല്ല മോള് കാര്യം എന്താന്ന് ഇതുവരെ? പറയാം. നിങ്ങളുടെ ഭർത്താവ് 3 വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ടു പോയിരുന്നോ? പോയിരുന്നു. മൂപ്പരിപ്പോ എവിടാന്നറിയില്ല. എന്താ ഇത്? കരയാതെ താത്ത, മൂപ്പർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളോടൊപ്പമുണ്ട്. നിന്നെ മക്കളെയും വേണ്ടാന്ന് വെച്ചിട്ടും നിങ്ങളോടത്ത് ജീവിക്കാൻ ആശയില്ലഞ്ഞിട്ടല്ലോ ഞാൻ പോയത്. നിന്നെയും മക്കളെയും ഹാജിയാർ പെരേ നിറക്കി വിട്ടപ്പോ എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു ഖദീജ. തെരുവിലേക്ക് ഇറങ്ങിയ നിന്നെയും മക്കളുടെയും മുഖം കാണാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടുന്ന്. പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണോ കുടുംബം കുട്ടികളും? എന്റെ മക്കള് 3 കൊല്ലം പാപ്പില്ലാതെ. മതി മോള്. ഓന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു ഏകാന്തവാസം പടച്ചോൻ കണക്കാക്കിയിട്ടുണ്ടാവും. എന്തായാലും ഇത്താത്തയുടെ മക്കളുടെ പ്രാർത്ഥന പടച്ചോൻ കേട്ടില്ലേ? നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇദ്ദേഹത്തെ തിരിച്ചു കിട്ടിയില്ലേ? ഈ പറഞ്ഞത് നേരാ മോളെ. ഊണും ഉറക്കമില്ലാതെ കുട്ടികളെയും കെട്ടിപ്പിടിച്ച് ഓളെ കണ്ണീര് തുറന്ന നേരം ഞാൻ കണ്ടിട്ടില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി രാവും പകലും പണി ചെയ്തിന്റെ മോള്. എനിക്കതിലൊരു വിഷമില്ല ബാപ്പ. പഠിച്ചോ വലിയോനാ. എനിക്ക് എന്റെ മക്കളെ ബാപ്പാനെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. നൂല് പൊട്ടിയ ഒരു പട്ടം പോലെയായിരുന്നു നിങ്ങളെ കാണുന്നവരെ എന്റെ ജീവിതം. എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട എന്റെ കുടുംബം എനിക്ക് തിരിച്ചു കിട്ടും. നന്ദിയുണ്ട്, പെരുത്ത് നന്ദിയുണ്ട്. സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ ചെയ്തെടുക്കുക. പണമാണെങ്കിലും മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. അതുപോലെയല്ലോ സ്നേഹം. നിങ്ങളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാ ഞങ്ങൾക്ക് ഇഷ്ടം. കുറച്ച് ദിവസം സൈതാലൊക്കെ ഞങ്ങളോട് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളിൽ ആരൊക്കെയാണെന്നൊരു തോന്നല്. നിങ്ങളെ കാണാൻ ഞങ്ങൾ ഇടയ്ക്ക് വരാം. പോട്ടെ. പോയി വരും മക്കളെ. മനസ്സ് വേദനിച്ച് കരയുന്നവരുടെ കണ്ണീരൊപ്പാനും വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റാനും
സർവശക്തൻ നിങ്ങൾക്ക് ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ. എന്നാ പോവാം. ശരി, പോട്ടെ. എന്നാ ശരി, വരട്ടെ. നിങ്ങള് വരൂ. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നാട് വിട്ടുപോയ എൻ്റെ ബുദ്ധിമുട്ട് പറയണ്ട. ആരത്? ഖദീജ? സയ്യിദാലിക്കല്ലേ? അതെ. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ ഷിബിലി. സയ്യിദാലിക്ക എൻ്റെ കൂടെ വീട് വരെ ഒന്ന് വരണം. എൻ്റെ ഉമ്മാക്ക് നിങ്ങളൊന്ന് കാണണം. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു നിങ്ങളുടെ ഈ തിരിച്ചുവരവ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സയ്യിദാലിക്കാനെ ഞാൻ തന്നെ തിരിച്ചുകൊണ്ടെന്നാക്കി തരാം. എന്നാ ശരി. സയ്യിദാലിക്ക് ഇറങ്ങി. വരി. ഉമ്മ, ഇതാ ഉമ്മ പറഞ്ഞ ആള്. സയ്യിദാലിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. സയ്യിദാലിക്കാനെ ഞാൻ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോ ഒന്നും പറഞ്ഞിരുന്നില്ല. നാട്ടിലും നാട്ടുകാർക്കിടയിലും കൊള്ളപ്പലിശ വാങ്ങി നാട്ടുകാരെ പറ്റിച്ച് നടന്നിരുന്ന ഉമ്മറാജിയുടെ മകനാ ഞാൻ. ഇതെന്റെ ഉമ്മ. പേടിക്കണ്ട. 3 വർഷങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടിയ ആ പഴയ കണക്ക് പുസ്തകം ചകഞ്ഞു നോക്കി കുത്തിനോപ്പിക്കാനല്ല ഞാൻ വിളിപ്പിച്ചത്. മൂപ്പര് ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങൾക്കും എന്റെ മോനിപ്പോ പ്രാശ്ചിത്തം ചെയ്തോണ്ടിരിക്കുക. പലിശ സംബന്ധമായ എല്ലാ ഏർപ്പാടുകളും ഓൻ തീർത്തോണ്ടിരിക്കുക. അപ്പോഴാ അങ്ങടെ കാര്യം ഓൻ അറിയണത്. എന്റെ ബാപ്പ കാരണം നിങ്ങൾക്ക് ഈ നാട് തന്നെ വിടേണ്ടി വന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ജീവിതത്തിന് വില പറയാനൊന്നുമല്ല ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ഉമ്മ, അതിങ്ങോട്ടെടുക്കി. ഞാനിപ്പോ വരാം. എന്റെ ബാപ്പ പടച്ചോനെ മറന്നു നടന്നിരുന്ന കാലത്ത് ചെയ്തു കൂട്ടിയ തെറ്റുകളിൽ ഒന്നാണിത്. ദാ, നിങ്ങൾ എൻ്റെ ഉപ്പാക്ക് പണയപ്പെടുത്തിയ വീടിന്റെ ആധാരം അത്. ഇത് നിങ്ങൾ വാങ്ങണം. വേണ്ട മോനെ, ഈ ആധാരം 3 കൊല്ലം മുമ്പ് എൻ്റെ ബാപ്പാൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എനിക്ക് ഗതികേട് വരില്ലായിരുന്നു. 10 പൈസക്ക് ഗതിയില്ലാത്തവനായിട്ടാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ എന്നോട് ഇത് തിരിച്ചെടുക്കാൻ പടച്ചോനോർത്ത് പറയരുത്. സയ്യിദാലി കരുതിയോ പലിശക്കാരൻ ഉമ്മറാജിയുടെ മോൻ വാപ്പാന്റെ ഭാഗം തുടരുവാണെന്ന്? വാപ്പാന്റെ കയ്യിൽ ഈ സ്ഥലം വന്നതിന് ശേഷം ഒരുപാട് കച്ചവടക്കാർ വന്നു വിലയും പറഞ്ഞു. പക്ഷേ വന്നപ്പോ മുതൽ ചോദിക്കണമെന്ന് കരുതിയതാ ഹാജിയാര്. ഉമ്മ എങ്ങനെയാ? ഉപ്പാന്റെ കാര്യം ആരെങ്കിലും ചോദിച്ചാ അപ്പ കരച്ചിൽ തുടങ്ങും. സയ്യിദാലിക്ക് വരി. ചങ്ങലക്കിട്ട് റൂമിൽ കൂട്ടിയിട്ടിരിക്കുക. അല്ലാതെ എന്താ ചെയ്യാ? കൊറേ പൈസ കിട്ടാനുണ്ടല്ലോ. പൈസ 10 1000 1000 തെറ്റി കണക്ക് തെറ്റി. ആരാണ്ട് കണക്ക് തെറ്റിച്ചത്? സുലൈമാന്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അല്ല, ഞാൻ ഓർക്കൂല. ഉറങ്ങോ നീ? ആ
എത്തിയില്ലേ? മുമ്പോട്ട് പോയി തിരിച്ചിട്ടോ. ഞാനിപ്പോ വരാം. പിന്നെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആധാരം കൊണ്ടുവന്നിട്ടില്ലേ? ആധാരം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പൈസ തരൂല കേട്ടോ. 50 ലക്ഷം 100 ലക്ഷം തരൂല. സേതാലിക്ക വരി. കണ്ടില്ലേ പലിശക്കാരൻ ഉമ്മറാജിക്ക് പടച്ചോൻ കൊടുത്ത ശിക്ഷ. ഒരുപാട് കാശ് ഞാൻ ചെലവഴിച്ചു. വൈദ്യശാസ്ത്രം ഒന്നടങ്കം വിധി എഴുതി എൻ്റെ ബാപ്പ ഒരിക്കലും തിരിച്ചു വരില്ലാന്ന്. എൻ്റെ കയ്യിൽ കാശുണ്ടായിട്ടല്ല സേതാലിക്ക. എൻ്റെ ബാപ്പ ഉണ്ടാക്കിയ കാശൊക്കെ ഞാൻ അവകാശികൾക്ക് തിരിച്ചു കൊടുത്തു. ഈ കാണുന്നതൊക്കെ ഞാൻ ഗൾഫിൽ നിന്നും അധ്വാനിച്ചുണ്ടാക്കിയതാ. ഞാനും എൻ്റെ ഉമ്മയും സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് മാസങ്ങളായി. അതുകൊണ്ട് സേതാലിക്കത് തിരിച്ചു വാങ്ങണം. ഇല്ല, ഇത് ഞാൻ വാങ്ങിയാൽ നിങ്ങളെ ബാപ്പാന്റെ കടം വീടുമായിരിക്കും. പക്ഷേ എന്റെ കടം വീടില്ലല്ലോ. ഈ ആധാരം നിങ്ങൾ എൻ്റെ ബാപ്പാക്ക് എടുത്തു കൊടുക്കുമ്പോൾ സെന്റിന് 40,000 രൂപയായിരുന്നു വില. ആ സ്ഥാനത്ത് ഇന്ന് ആ സ്ഥലത്തിന് 4 ലക്ഷം രൂപയാണ് ഒരു സെന്റിന് വില. അതായത് 10 സെന്റ് സ്ഥലത്തിന് 40 ലക്ഷം രൂപ. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ആ സ്ഥലം ഞാൻ വിറ്റുതരാം. ഉപ്പാടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ കൊടുത്ത് ബാക്കി അത്രയും പൈസ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. മോനെ, നീ ഇത് പറഞ്ഞത് സത്യമാണോ? അതെ സേതാലിക്ക, നിങ്ങൾ ഈ ആധാരം വാങ്ങൂ. കച്ചവടക്കാരെയും കൂട്ടി ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരാം. ഇത് വാങ്ങ് സീതാലി. ഇത് ഞങ്ങളുടെ ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. മോനെ, വലിയ മനസ്സാണ് നിൻ്റെത്. മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന എനിക്കൊരു കച്ചിത്തുരുമാണിത്. പടച്ചോ നിന്നെ ഒരിക്കലും കൈവിടില്ല. അല്ല ബിയാത്തുമാ, വിരലി പിടിച്ചത് എങ്ങോട്ടേക്കാ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? പറഞ്ഞാലല്ലേ അറിയുള്ളൂ. നമ്മുടെ നാട് വിട്ടു പോയി ചെയ്താല് തിരിച്ചു വന്നിക്കണ്. തന്നെയോ? എപ്പോ വന്ന സമയം നേരമൊന്നും ഞാൻ ചോദിച്ചില്ല. ഓന് ബമ്പർ ലോട്ടറി അടിച്ചിട്ടുണ്ടെന്നാ ഞാൻ കേട്ടത്. അതെങ്ങനെ? ഓൻ വരാൻ നേരില്ല, അപ്പോഴൊക്കെ ലോട്ടറി അടിച്ചോ? ഓന്റെ ആചാരി ഈടാക്കിയ പേരെയും പറമ്പൂല്ലേ, അത് ആചാരുടെ മോൻ തിരിച്ചു കൊടുത്തു. ഏതായാലും അത് നന്നായി. അതിന്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്ന ആ പാവം. എന്റെ അറുമുഖ, ഓൻ പോരെയും പറമ്പു കച്ചവടം നടത്തിയെന്നാ കേട്ടത്. ആ 10 സെന്റ് പറമ്പിനും പെരയ്ക്കും കൂടി 40 ലക്ഷം ഉറുപ്പ്യ ഓന് കിട്ടിയത്. അത് ചിലപ്പോ ശരിയാവും. കഴിഞ്ഞ കൊല്ലം വരെ കാട് പിടിച്ച സ്ഥലല്ലേ, ഇപ്പൊ പൊന്നിന്റെ വില ആ ഭാഗത്ത്. അല്ല പിയ്യാത്തുമ്മ, നിങ്ങൾ നോണ പറയാണോ? നന്നോട് നോണ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എന്റെ റബ്ബേ, 40 ലക്ഷം രൂപയോ? അതെ, 40 ലക്ഷം ഉറുപ്പ്യ. എന്താ എന്റെയും മക്കളുടെയും പരിപാടി? ഒരക്കിടി പറ്റി ബിയാത്ത. മൂപ്പരുടെ കാര്യം പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നപ്പോ ഞാനും മക്കളും മരുമക്കളും കൂടി മൂപ്പര് ഇവിടെ കേറ്റൂലെന്ന് പറഞ്ഞു. നന്നായി പോയി. കിട്ടി തിന്നാനും യോഗം വേണം. സെയ്താലിപ്പ എവിടെ ഉണ്ടെന്ന് അറിയാം എനിക്ക്? കദീസയുടെ പൊരേലാ. 40 ലക്ഷം ഉറുപ്പ്യ ഓക്കും ഓളെ മക്കൾക്കും ഒറ്റക്ക് കിട്ടും. എന്റെ ബിയാത്ത, അതിനിപ്പോ എന്താ ഒരു വഴി? ഇനിയിപ്പോ ഒരൊറ്റ ഭയുള്ളൂ. നീയും എന്റെ മക്കളും മരുമക്കളും കൂടി ചെന്ന് സെയ്താലി എവിടെ ഉണ്ടെച്ചാ ഓന്റെ കാല് പിടിച്ച് പറഞ്ഞു നോക്ക്. ചെയ്തത് തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞു നോക്ക്. ഓന്റെ മനസ്സലിഞ്ഞ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഉറുപ്പ്യ 1 2 അല്ല എന്റെ ഐശു, 40 ലക്ഷം. 40 ലക്ഷം. 40 ലക്ഷം. ഈ കിട്ടിയ പൈസ കൊണ്ട് ഞമ്മക്കൊരു വീട് വേണം. ബാക്കി പൈസ കൊണ്ട് കുട്ടികളെ കാര്യം നോക്കണം. ആരെ പിന്നേരത്ത്? പൊറുക്കണം എന്നോട് എന്റെ മക്കളോടും. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ ഞങ്ങളുടെ മനസ്സിലൊന്നുമില്ല. അസലായി ആയിഷ, നിന്റെ അഭിനയം അസലായി. ഇതാരുടെ ബുദ്ധിയാ? മക്കളുടേതോ അതോ മരുമക്കളുടേതോ? വർഷങ്ങളായി എന്നോടില്ലാത്ത സ്നേഹം ഇന്നുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പണം. ഇന്നലെ വരെ ഒരു പൈസക്ക് ഗതിയില്ലാത്ത സെയ്താലി ലക്ഷപ്രഭുവായി നിറഞ്ഞിട്ട് എത്തിയതാവും ഈ പരിവാരങ്ങളെയും കൂട്ടി. ഇപ്പൊ വെറുതെ ഓരോന്നും പറയണ്ട. ഞങ്ങളുടെ വിഷമം കൊണ്ട് പറഞ്ഞ അതൊക്കെ. വിഷമം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സന്തോഷവും സങ്കടവും ഒക്കെ മറ്റാർക്കും ഇല്ല. ഞങ്ങളാരും മനുഷ്യരല്ലല്ലോ. സ്വന്തം കാര്യം എന്നല്ലാതെ
നിങ്ങൾ ഉമ്മയും മക്കളും മറ്റുള്ളവരുടെ കാര്യം എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഉപ്പ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നിയമപ്രകാരം ബാപ്പാന്റെ സ്വത്തിന്റെ പകുതി അവകാശം മക്ക കൂടിയുള്ളതാ. അത് ശരി. അപ്പം നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നാണല്ലേ? എന്നാ കേട്ടോ, 40 ലക്ഷം ഉറുപ്പിയെന്ന് നിനക്കോ നിന്റെ മക്കൾക്കോ ഒരു നയ പൈസ ഞാൻ തരില്ല. നിങ്ങൾ സ്നേഹിച്ചത് എന്നെയല്ല, എൻ്റെ സ്വത്തിനെയും പണത്തിനെയും. ഒന്നുമില്ലാതെ തിരിച്ചു വന്നപ്പോൾ നീക്കെന്താ പറഞ്ഞത്? 10 പൈസക്ക് ഗതിയില്ലാത്ത ബാപ്പാന എൻ്റെ കുട്ടിയൊക്കെ വേണ്ടാന്ന്. എന്നിട്ടിപ്പോൾ എൻ്റെ മുന്നിൽ സ്നേഹം നടിച്ചു വന്ന് നിൽക്കുക. അതെൻ്റെ പൈസ കണ്ടിട്ട് തന്നെയാ. ഒന്നുമില്ലാതെ തിരിച്ചു വന്ന എന്നെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ ദാ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ വാക്ക് വിശ്വസിച്ചതുകൊണ്ട് ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടതാണ് ഇവൾക്ക്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു നയാ പൈസ പോലും നിനക്കോ നിന്റെ മക്കൾക്കോ ഞാൻ തരില്ല. തിരിച്ചു പോയിക്കോ. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? ഖദീജ, നീ അകത്തേക്ക് പോയിക്കോ. എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കാൻ. എന്തായാലും സെയ്താലിക്കാന്റെ മുഖത്തെത്തി സന്തോഷം വന്നിട്ടുണ്ട്. നീ അത് പറഞ്ഞു നേരാ. ഇന്നലെ വരെ 10 പൈസ ഇല്ലാത്തവനായിരുന്നു. എന്നാൽ ഇന്നതല്ല. 40 ലക്ഷം രൂപയുടെ ആസ്തി എനിക്കുണ്ട്. ഞാൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ എൻ്റെ വീടിൻ്റെയും പറമ്പിൻ്റെയും വില. എൻ്റെ ഈ സൗഭാഗ്യങ്ങളുടെ കാരണക്കാരൊക്കെ നിങ്ങളാണ്. നിങ്ങൾ എന്നെ സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിലോ ബസ് സ്റ്റാൻഡിലോ അവസാനിക്കുമായിരുന്നു എൻ്റെ ഈ ജീവിതം. അതൊക്കെ അടഞ്ഞുപോയ അധ്യായമല്ല സെയ്താലിക്ക. ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. നിങ്ങളെ വിളിച്ചു വരുത്തിയ മറ്റൊന്നിനുമല്ല. അതിരുകളില്ലാത്ത ആകാശച്ചോട്ടിൽ ആരുമില്ലാതെ അലയുന്ന ആയിരങ്ങളുണ്ട് ഇവിടെ. എന്നെ സംരക്ഷിച്ചതുപോലെ അവരെയും സംരക്ഷിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ അവരുടെ പട്ടിണി മാറ്റണം. ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതിനുവേണ്ടി എനിക്ക് കിട്ടിയ പണത്തിൽ നിന്നും ഒരു വിഹിതം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി മുതൽ ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. സന്തോഷായി. ഞങ്ങളും ഞങ്ങളുടെ സ്നേഹാലയവും എന്നും അങ്ങയോടൊപ്പം ഉണ്ടാവും. ശരി ശരി. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ ഓക്കെ. പോയ കാര്യം എന്തായി? രജിസ്റ്റർ ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അഡ്വാൻസും വാങ്ങി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എന്റെ ബാപ്പ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ചെറിയ രീതിയിലെങ്കിലും പ്രായശ്ചിത്തം ചെയ്തെന്ന് കരുതി ഒരു ദിവസമെങ്കിലും എനിക്കും എൻ്റെ അമ്മാക്കും സമാധാനമായിട്ടൊന്ന് ഉറങ്ങാലോ. സന്തോഷമായി മോനെ. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കാലോ. ഇനി ഇത്താക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. എല്ലാം ശരിയായില്ലേ? പടച്ചോ ഉണ്ടാവും നിങ്ങൾക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ സെയ്താലിക്ക. ബാപ്പാനെ കാണാൻ ഡോക്ടർ വരുന്ന ദിവസമാണ്. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നീ വാ. പടച്ചവന്റെ കാരണം കൊണ്ട് വിചാരിച്ചാലും നേരത്തെ കാര്യങ്ങൾ ശരി. നീ എന്താ നേരത്തെ? എന്തു വേണമെങ്കിലും പറഞ്ഞോളി, ഒന്നും ഏറൂല. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊന്നും പരിഹാരമാവൂല. പോവാണ് ഞാൻ. എങ്ങോട്ടാണെന്ന് ചോദിക്കരുത്. അതിനു മുമ്പ് ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? മക്കളെയും കുടുംബത്തിനെയും വിട്ട് നിങ്ങൾ എവിടെ പോവാനാ? തള്ളക്കുഴി ചിറകിനടിയിൽ കുഞ്ഞുങ്ങളെ ഒതുക്കുന്നത് പോലെ എന്റെ മക്കളെ ഞാൻ ചിറകിനടിയിൽ ഒളിപ്പിച്ചു. മക്കൾക്ക് വേണ്ടി കെട്ടിയ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ എന്റെ മക്കൾക്ക് എന്നേക്കാൾ വലുത് പണവും പത്രാസുവാ. നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് എനിക്കോ മക്കൾക്ക് അവകാശമില്ലെന്ന് കണ്ടപ്പോ അവരെന്നെ പുറത്താക്കി. ആർക്കും വേണ്ടാത്തൊരു പാഴ്വസ്തുവായി ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലെന്ന് ഓർത്തപ്പോ
പടച്ചൻ വലിയവനാണ് ആയിഷ. ഒറ്റപ്പെട്ടു പോയാലുള്ള മനസ്സിന്റെ വേദന എന്താണെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? നീ എന്തൊക്കെ ചതി എന്നോട് ചെയ്താലും ഞാൻ നിന്റെ കെട്ടിയോനായിരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു മനസ്സ് വേദനിച്ച് നിൽക്ക, അതിന്റെ ഇടയിലാ നിങ്ങളെ കുറ്റപ്പെടുത്തല്. ആരും ഇല്ലാന്നൊരു തോന്നല് നിങ്ങളെ മനസ്സിൽ ഇനി വേണ്ട. ഞങ്ങളൊക്കെ ഉണ്ട്. വരി. ആയിഷ, അവിടെ നിൽക്ക്. എന്റെ സന്തോഷത്തിൽ പങ്കുചേരാനും എന്റെ വിജയങ്ങളിലും പരാജയങ്ങളിലും എന്നോടൊപ്പം താങ്ങും തണലുമായി നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഈ വീട്ടിലേക്ക് വരാം. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, കരയണ്ട ആയിഷ. നീ ഇതൊന്ന് കഴിച്ചു നോക്ക്. വേണ്ട. ഒന്ന് കഴിച്ചു നോക്കിയേ. വേണ്ട ആയിഷ. നോക്കിയേ. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. എന്നാ നീ ഒന്ന് കഴിച്ചു നോക്ക്. എന്നാ കഴിച്ചു നോക്കല്ലേ? നല്ലതാണോ നോക്ക്. നല്ലതല്ലേ? പഠിച്ചോനെ, ഈ കോഴി പൊരിച്ചതിന് ഇത്ര രുചിയുണ്ടെങ്കിലേ ഇത് ഞാൻ നേരത്തെ കഴിച്ചേനെ ആയിഷ.